ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഐഷൂസ് വോയിസ് പ്ലസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ചാനലിൽ ഞാൻ ഒരു ന്യൂ ഡ്രാമയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൈ ബ്യൂട്ടി സ്നേക്ക് ഫെയറി വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ റൊമാൻറ്റിക് ഡ്രാമയാണ്. നാഗകന്യകമാരൊക്കെ പിടിക്കാൻ നടക്കുന്ന ആ ഒരു മന്ത്രവാദില്ലേ, ആ ഒരു മന്ത്രവാദി തന്നെ ആ ഒരു നാഗകന്യകയുമായി പ്രണയത്തിലായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ എന്തായാലും സൂപ്പർ ആയിരിക്കുന്നില്ലേ. ഒരു പക്ഷെ അവനക്ക് അറിയില്ലെങ്കിലോ അത് നാഗകന്യകയാണെന്നുള്ള സത്യം. എന്തായാലും നമുക്ക് ഈ കഥ എന്താവുന്ന കഥയിലോട്ട് പോയി തന്നെ നോക്കാം. ഡ്രാമയുടെ തുടക്കം തന്നെ ഒരു വലിയ നല്ല ഭംഗിയുള്ള ഒരു കടൽ കാണിക്കുന്നുണ്ട്. ആ ഒരു കടലിലാണെന്ന് വെച്ചാൽ ഒരു വലിയ നല്ല ഭംഗിയുള്ള ഒരു വെള്ള പാമ്പിനെയും കാണിക്കുന്നുണ്ട്. വലിയൊരു പാമ്പാണ്. പാമ്പിനെ നമുക്ക് പേടിയാണെങ്കിലും അതിനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അതൊരു വെറും പാമ്പായിരുന്നില്ല, അതൊരു നാഗകന്യകയായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള നാഗകന്യകമാരിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളത് ഇവളെ തന്നെയായിരുന്നു. ഇവളാണ് നമ്മുടെ ഹീറോയിൻ ലിങ്. നമുക്ക് ഇവളെ ചുരുക്കിയിട്ട് ലോങ് എന്ന് വിളിക്കാം. അവിടെ നിൽക്കുന്ന ടൈമിലാണ് അവളുടെ അനിയത്തി ചിന്ന അവിടേക്ക് വരുന്നത്. അനിയത്തി പക്ഷെ ആണായിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അതിന് അവൾ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് അനിയത്തിനെ. കാരണം അവൾക്ക് തോന്നുമ്പോൾ ഓരോ വേഷങ്ങൾ സ്വീകരിക്കുകയാണ് അനിയത്തി. നീ ഒരു പെണ്ണാണെന്ന് ഇനി മേലാല് ആണിന്റെ വേഷം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്നും ലോങ് പറയുന്നുണ്ട്. ലോങ് ഇപ്പൊ മനുഷ്യര് ജീവിക്കുന്ന ഒരു മുളക്കാട്ടിലേക്ക് പോകാനായിട്ട് നോക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളിപ്പോൾ 1000 വർഷമായി ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ അവൾക്ക് ഒരു പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടിയിട്ടില്ല. ഒരു പാർട്ട്ണറെ തേടിക്കൊണ്ട് ആ ഒരു മുളക്കാട്ടിൽ പോയാൽ കിട്ടുന്നുള്ള കാര്യം ആ ഒരു പാർട്ട്ണറെ തേടിക്കൊണ്ടാണ് ഇപ്പോൾ ലോങ് ആ ഒരു മുളക്കാട്ടിലേക്ക് പോകാനെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അവൾ അനിയത്തിക്കാണെന്ന് വെച്ചാൽ ഇവൾ ആ മുളക്കാട്ടിലേക്ക് പോണതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറേ നിർബന്ധിക്കുന്നുണ്ട് അവളോട് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അനിയത്തിയുടെ വാക്കൊന്നും കേൾക്കാതെ ലോങ് മുളക്കാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട്. അവന് ആകാശത്താണെന്ന് വെച്ചാൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ശരിക്കും ഭൂതങ്ങളെയും പ്രേതങ്ങളെയും പിന്നെ ഈ ഒരു കന്യകമാരില്ലേ, മത്സ്യകന്യക, അതുപോലെ നാഗകന്യക, അങ്ങനത്തെ മൊയലി, അങ്ങനത്തെ ഓരോ സംഭവങ്ങളും മനുഷ്യരുടെ രൂപം സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ, അവരെ പിടിക്കലാണ് ഇവന്റെ മെയിൻ പണി എന്ന് വെച്ചാൽ. അങ്ങനെ വല്ലവരും കിട്ടുമെന്ന് നോക്കിക്കൊണ്ട് നടക്കാണ് നമ്മുടെ ഹീറോ. ടൈമിൽ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഹീറോയിനെ അവൻ കാണുന്നുണ്ട്. അവൾ പെൺവേഷത്തിൽ തന്നെ ആയിരുന്നു. പക്ഷെ അവളുടെ മുഖം അവൾ ചെറുതായിട്ടൊന്ന് ഷാളുകൊണ്ട് മറിച്ചിരുന്നു. ലോങ്ങിനെ പിടിക്കാനായിട്ടില്ലെങ്കിൽ അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. അവന്റെ മാന്ത്രിക വാളൊക്കെ അവൾക്ക് നേരെ എറിയുന്നുണ്ടെങ്കിലും ഇവള് ഭയങ്കര ശക്തിയുള്ള ഒരു നാഗകന്യക തന്നെയായിരുന്നു. 1000 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഈ വാളൊക്കെ അവള് നിസ്സാരമായിട്ട് തട്ടിക്കളയാണ്. അങ്ങനെ ഒരു വാള് തെറ്റിയിട്ട് അവളെ മുഖം മറിച്ചിരുന്ന ഷാളും അവിടെ നിന്ന് മാറുന്നുണ്ട്. അത് കണ്ടതും ലിന്നാണെന്ന് വെച്ചാൽ അവളോട് ഒരു ക്രഷ് തോന്നാന്നേ. കാരണം അവളെ കാണാൻ അത്രക്ക് ഭംഗിയുണ്ടല്ലോ. അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലേ. അയ്യോ ഞാൻ എന്താ ഈ ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ വീണ്ടും അവളെ വേട്ടയാടാനായിട്ട് നോക്കാണ്. പക്ഷെ അവള് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഞാൻ ശരിക്കും രാക്ഷസിയൊന്നും അല്ല എന്നെ ഇങ്ങനെ പിടിക്കാനായിട്ട്. ഭംഗിയുള്ള എല്ലാ പെണ്ണുങ്ങളും രാക്ഷസിമാരാണ്. രാക്ഷസി അല്ല, ഞാനിവിടെ താമസിക്കുന്ന ഒരു സ്ത്രീയാന്ന് പറയുന്നുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് ലിന്നാണെന്ന് വെച്ചാൽ അവളോട് കമ്പനി ആവാനായിട്ട് നോക്കുന്നുണ്ട്. അവളോടൊരു ക്രഷ് തോന്നിയോണ്ട് എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ പോയി അവർ ചായയും കുടിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലിങ്ങിന്റെ എടുത്തുണ്ടായിരുന്നു അവൻ്റെ ഒരു മാന്ത്രിക വടി ഉണ്ടായിരുന്നു. അനങ്ങുന്നതായിട്ട് ലിങ്ക് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഭൂതപ്രേത പിശാചുക്കൾ അവിടെ വരുമ്പോൾ മാത്രമേ ആ ഒരു മാന്ത്രിക വടി അനങ്ങത്തുള്ളൂ. അങ്ങനെ ലിങ്ങിന് മനസ്സിലാവാണ് ശരിക്കും ഒരു നാഗകന്യകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നുള്ള ഒരു കാര്യം. ഒരു മാന്ത്രിക വഴി എടുത്തിട്ട് അവനാണെന്ന് വെച്ചാൽ ഊതാണ്. അങ്ങനെ ആദ്യം നിന്ന് വരുന്ന സൗണ്ട് കേട്ടിട്ട് അഥവാ ലിങ്ങിന് ഒരു നാഗകന്യകയാണെങ്കിൽ അവൾ എണീറ്റ് ഡാൻസ് കളിക്കുന്നത് ലിങ്ങിന് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ അവൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ലോങ് ആണെന്ന് വെച്ചാൽ ഡാൻസ് കളിക്കുന്നത്. പക്ഷെ അതൊരു പെൺകുട്ടി എങ്ങനെയാണോ കളിക്കുക അതുപോലെയാണ് കളിക്കുന്നത്. ഒരു മനുഷ്യ സ്ത്രീ കളിക്കുന്നത്. അവൾ പാമ്പായിട്ട് രൂപം മാറുന്നേ ഒന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവള് 1000 വർഷം പഴക്കമുള്ള ഒരു നാഗകന്യകയല്ലേ. ആ ഒരു പരാജയപ്പെട്ടെങ്കിലും അവനൊരു മിറർ എടുക്കുന്നുണ്ട്. ആ ഒരു മിററിൽ ഈ പെണ്ണിനെ കാണിക്കാന്ന് വെച്ചാൽ അത് ശരിക്കും നാഗകന്യകയാണോ എന്ന് ഇവനക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു മിറർ പിടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കറക്റ്റായിട്ട് ആ ഒരു നാഗത്തിനെ കാണാൻ നിന്ന ആ ഒരു കറക്റ്റ് ടൈമിൽ ലോങ്ങിന്റെ സിസ്റ്റർ ചിങ് അങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചി എന്താണ് ഇത്ര ലേറ്റ് ആയ, വേഗം വീട്ടിലേക്ക് വന്നോടെന്ന് ചോദിച്ച് ചീത്ത പറയാണ് ഇപ്പൊ ചിന്നിനോട്. ആ ഒരു കടലിൽ തന്നെ നിന്നാൽ മതി എന്നായിരുന്നു ലോങ് പറഞ്ഞത്. പക്ഷെ അതൊന്നും കേൾക്കാതെ ചേച്ചിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാതെ ചിന്നാണെന്ന് വെച്ചാൽ ഇപ്പൊ ലോങ്ങിന്റെ അടുത്തേക്ക് വന്നേക്കാം. അങ്ങനെ ചിന്നിന്റെ യഥാർത്ഥ രൂപം ഒരു പാമ്പായിട്ടുള്ള രൂപം ആ ഒരു കണ്ണാടിയിൽ കാണുന്നുണ്ട്. അതിലും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ലോങ് വന്നിട്ട് മറച്ചു പിടിക്കുന്നുണ്ട്. കയ്യിലൊക്കെ കയറി പിടിക്കുമ്പോൾ അവൻക്ക് അവളോട് കൂടുതൽ ഇഷ്ടമാണ്. അങ്ങനെ ലോങ് പോണ വഴിക്കാണെന്ന് വെച്ചാൽ ലിങ്ങിനോട് നാളെ തന്റെ വീട്ടിലേക്ക് വരാനും പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി ഇപ്പൊ യഥാർത്ഥ പാമ്പിന്റെ രൂപത്തിൽ ചിന്ന ലോങ് കൂടി കട്ടിൽ കിടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവിടേക്ക് ലിന്നിരുന്നത്. അവൻ ഇവർ രണ്ടുപേരും ഇങ്ങനെ പാമ്പിന്റെ രൂപത്തിൽ കട്ടിൽ കിടക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് പേടിച്ചോടുന്നുണ്ട്. ഈ ഒരു ടൈമിലാണെന്ന് വെച്ചാൽ ലോങ്ങിന്റെ സിസ്റ്റർ ചിങ് ആണെന്ന് വെച്ചാൽ ആണിന്റെ രൂപം മാറ്റിക്കൊണ്ട് ഒരു പെണ്ണ് തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഇവൻ പേടിച്ചോടുന്ന ഒരു ശബ്ദം കേട്ടില്ല ലോങ് അങ്ങോട്ട് നോക്കുമ്പോൾ അവൻ ഓടുന്നതും കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രൂപം മാറിക്കൊണ്ട് ചിങ്ങും ലോങ് കൂടി പുറത്തേക്ക് വന്നിട്ട് ഇവനോട് വർത്താനം പറയാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ ലിങ്ങിന്റെ ബ്രദറായ സോനും ആ ഒരു വഴിക്ക് വരുന്നുണ്ട്. സോനിനെന്ന് വെച്ചാൽ ചിങ്ങിനെ കണ്ടിട്ട് ഒരു ക്രഷ് തോന്നാണ്. അവളോട് എങ്ങനെയെങ്കിലും സെറ്റ് ആവാനുള്ള ഒരു പുറപ്പാടിലാണ് ഇപ്പൊ സോൻ. ചിങ്ങൻ ലോങ്ങിന്റെ പോലെ അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടിയായിരുന്നില്ല. ചിൻ ഭയങ്കര പൊട്ടിത്തെറുപ്പായിരുന്നു. അവളെന്ന് വെച്ചാൽ സാനെ നോക്കിയിട്ട് കണ്ണുരുട്ടുന്നുണ്ട്. ലിന്നിന് മനസ്സിലായേക്കല്ലേ അവർ രണ്ടുപേരും
നാഗകന്യകയാണ് എന്നുള്ള ഒരു കാര്യം തന്നെ അവരുടെ വീട്ടിലേക്ക് കയറാതെ ലിനിന്റെ വീട്ടിലേക്ക് അവർ രണ്ടുപേരും ക്ഷണിക്കുന്നുണ്ട്. അവൻ ഓടിപ്പോയി വീട്ടിലാണെന്ന് വെച്ചാൽ മാന്ത്രിക ചെരടുകളും പിന്നെ മാന്ത്രിക കാർഡുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വെച്ചുകൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ സ്വാനും ചിന്നും ലോങ്ങും കൂടി വീടിന്റെ പുറത്ത് വന്നിട്ട് കുറേ നേരം ഇവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിന്നിപ്പോ തന്നെ ഒച്ചമളം ഉണ്ടാക്കി തുടങ്ങി ലിൻ പുറത്ത് വരാണ്ടായപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് അവളെ സോപ്പിടാനായിട്ട് സ്വാനും നിൽക്കുന്നുണ്ട്. പക്ഷേ ലോങ് ആണെന്ന് വെച്ചാൽ എന്തെങ്കിലും പണി ഉണ്ടാവും, കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ ലിന് വീടിന് പുറത്തേക്ക് വന്നിട്ട് ചിന്നിനോടും ലോങ്ങിനോടും വീടിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറയുന്നുണ്ട്. തന്റെ അനിയനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പുറത്ത് നിൽക്കുകയാണ്. ലിന്നിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവന്റെ മാന്ത്രിക തന്ത്രങ്ങളില്ലേ അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ യഥാർത്ഥ രൂപം പുറത്ത് കൊണ്ടുവരാ എന്നുള്ളതായിരുന്നു. അവരുടെ യഥാർത്ഥ രൂപത്തിലായാലും മാത്രമേ ലിങ്ങിനെ അവരെ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ, പിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എത്ര മാന്ത്രിക ചരട് ഉപയോഗിച്ചിട്ടും ഒരു മാന്ത്രിക തുണി ചിന്നിന്റെ മേത്ത് വന്ന് വീണിട്ട് പോലും അവൾ പാമ്പിന്റെ രൂപം ആവുന്നേ ഇല്ല. അവന്റെ ആ ഒരു പ്ലാൻ നശിച്ചുകൊണ്ട് തന്നെ അവനൊരു പൊടി എടുക്കുന്നുണ്ട്. ആ ഒരു പൊടി അവരുടെ മേത്ത് വിതറാണെന്ന് വെച്ചാൽ അവർ ഉറപ്പായിട്ടും പാമ്പിന്റെ രൂപം സ്വീകരിക്കുന്നില്ലേ വിചാരിച്ചിട്ട് ആ പൊടിയും കൊണ്ട് അകത്തേക്ക് കയറാണ്. ആ ടൈമിലാണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടി തമാശ ആയിട്ട് നടക്കുകയാണ് ലിനിന്റെ സഹോദരൻ സ്വാന്. അവൻ വന്നിട്ട് എന്താ കയ്യിലെന്ന് വെച്ചിട്ട് തട്ടിയിടുന്നുണ്ട്. അങ്ങനെ അത് ഫുൾ അവിടെ പോവാണ്. ലോങ്ങും ചിന്നും ഇത് കാണുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് എന്തോ പൊടി തട്ടിപ്പോയത്. അവർക്ക് എന്തോ ഒക്കെ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ലിങ്ങിന് ഇവരോട് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അതൊന്നും അവർ തുറന്ന് ചോദിക്കുന്നേ ഇല്ല. ലോങ്ങിനെ കൂട്ടിക്കൊണ്ടില്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. ആ മുളക്കാടൊക്കെ അവൻ ചുറ്റി കാട്ടി കൊടുക്കാണ് ലോങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ അവന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മുളക്കാട് ശരിക്കും മാന്ത്രിക ചിരടുകൊണ്ട് നിർമ്മിച്ച ഒരു മുളക്കാടായിരുന്നു. അവിടെ എന്തെങ്കിലും ദുഷ്ടശക്തി വരാണെന്ന് വെച്ചാൽ അവരുടെ സ്വയം രൂപം സ്വീകരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലോങ്ങിനെ കൊണ്ട് ലിന്നെ ഈ ഒരു കാട്ടിലേക്ക് വന്നേക്കുന്നത്. പക്ഷെ ലോങ്ങിനെന്ന് വെച്ചാൽ ഈ ഒരു കാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ്. അവൾക്ക് ആദ്യമേ ലിന്നിനെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് എന്തോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. ഇപ്പം അവനാണെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇപ്പം പേടിച്ചിട്ട് ലോങ്ങിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ഓടാണ്. പക്ഷെ അവളുടെ വിചാരം അവൾ അതിൻ്റെ ഓടി കളിക്കുകയാണെന്നുള്ളതാണ്. അതും ലോങ്ങിന് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. ഇവൾ കാണാതിരിക്കാൻ വേണ്ടി അവനെ ഒളിച്ച് നിൽക്കുമ്പോൾ വിചാരിക്കുന്ന കണ്ണും പൊത്തി കളിക്കാന്നാണ്. അതും അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. മാന്ത്രിക പൂക്കളെന്ന് വെച്ചാൽ അവളുടെ മേത്തേക്ക് വിതറുമ്പോൾ അവൾ വിചാരിക്കുന്നത് അവളോടുള്ള ഇഷ്ടം കൊണ്ട് അവൾക്ക് സർപ്രൈസ് തന്നതാണെന്നാണ്. പക്ഷേ അവനെ യഥാർത്ഥത്തിൽ ആ ഒരു പൂ വീഴുമ്പോൾ ഇവളുടെ സ്വയം രൂപം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ നോക്കിയാലും ലോങ്ങിന് അതൊരു ഇഷ്ടമായിട്ട് മാറാണ്. അവനക്കെന്ന് വെച്ചാൽ ഇവളുടെ സ്വയം രൂപം കാണാനും പറ്റുന്നില്ല. ഈ കഥ എന്ന് വെച്ചാൽ വിഷമത്തോടു കൂടിയാണ് ലിങ് പിടിച്ചു വെച്ചേക്കുന്ന ഈ ഒരു ഭൂതങ്ങളില്ലേ, ഭൂതങ്ങളായ പെണ്ണുങ്ങൾ അവരോട് പറയുന്നത്. ഇവനൊരു ക്ലിനിക്കാണ് ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ലിനിക്കിലാണെന്ന് വെച്ചാൽ ഇങ്ങനെ മത്സ്യകന്യകയും അതുപോലെ തന്നെ നാഗകന്യകയും മുയൽ മനുഷ്യരായതും മീന് മനുഷ്യരായതും പട്ടി മനുഷ്യരായതും അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ എല്ലാതരം പെൺകുട്ടികളെയും കൊണ്ട് നിർത്തിയിട്ട് അവരുടെ ആ ഒരു പട്ടി എന്നുള്ള രൂപം മാറ്റി പൂർണ്ണമായിട്ട് മനുഷ്യരാക്കുന്ന പരിപാടിയായിരുന്നു എനിക്ക്. അങ്ങനെ ആ ഒരു മനുഷ്യനാക്കി നിർത്തിക്കുന്ന ആ ഒരു പെണ്ണുങ്ങളോട് ഈ കഥ അവൻ പറയാണ്. ലോങ്ങാണെന്ന് വെച്ചാൽ വീട്ടിൽ ചെന്നിട്ട് അവളുടെ സിസ്റ്ററായ ചിന്നിനോട് ഇത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള അവളുടെ ഒരു ഹീറോനെ, അതായത് അവളുടെ ഒരു പാർട്ട്ണറെ അവൾക്ക് കണ്ടു കിട്ടിയെന്ന് സിസ്റ്ററോട് പറയാണ്. പക്ഷേ സിസ്റ്ററിന് ഇതൊന്നും ഇഷ്ടമാവുന്നില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ലെസ്ബിയൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. ലോങ്ങിൻ്റെ സിസ്റ്ററായ ചിന്നിനാണെന്ന് വെച്ചാൽ ലോങ്ങിനോട് എന്തോ വേറെ തരത്തിലുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഈ ദിവസം എങ്ങനെയെങ്കിലും ഈ നാഗകന്യകമാരുടെ സ്വയം രൂപം കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിട്ട് ലിന്ന് ഓരോ മന്ത്രങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കിൽ ലോങ് വന്ന് നിന്നത് അവൻ കാണുന്നു. പക്ഷെ അതൊരു മനസ്സിലാവാത്ത ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. ഈ മന്ത്രങ്ങളൊക്കെ തട്ടിപ്പറിച്ച് ലോങ് വാങ്ങാണ്. അത് കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് ലിന്നാണെന്ന് വെച്ചാൽ അവളെ കെട്ടിപ്പിടിക്കുന്ന പോലെ അവളോട് ഇത് ഞങ്ങളുടെ പാരമ്പര്യ സ്വത്താണ്, അതങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ മന്ത്രങ്ങൾ ഒളിപ്പിച്ച് പിടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ലോങ് അപ്പോൾ പറയുന്നുണ്ട് അവൾക്ക് എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്യാനുണ്ടെന്നും അവനോട് വീട്ടിലേക്ക് വരാനും പറയുന്നുണ്ട്. വരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് വരാൻ പറയാണ്. അങ്ങനെ അവൻ വീട്ടിൽ പോകുന്ന ടൈമിൽ അവൾ ഡോർ അടച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവൾ പറയാണ് അവൾക്ക് ഇങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യം. ഇങ്ങനെ പക്ഷെ അത് താല്പര്യമില്ലാത്ത പോലെ നിൽക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് അവളുടെ സിസ്റ്റർ പാമ്പിന്റെ രൂപം കാട്ടി ഇങ്ങനെ പേടിപ്പിക്കുന്നത്. ലിങ് അങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ഇവനെ ബോധം കെടുത്തിയോണ്ട് തന്നെ ലോങ് ആണെന്ന് വെച്ചാൽ ചിന്നിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എന്തിനെങ്ങനെയൊക്കെ ചെയ്ത ഇനി അവനെ കല്യാണം കഴിക്കില്ലാന്ന്. ലോങ്ങും ചിന്നും കൂടി പറയാണ് നിനക്ക് എന്തിനാ കല്യാണം കഴിക്കുന്നത്, നിനക്ക് കല്യാണം കഴിച്ചു അവന്റെ കുട്ടി നീ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു മനുഷ്യ സ്ത്രീ ആവാം, അതിന് വേണ്ടിയിട്ടല്ലേ, അതിന് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല, തന്നെ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ലിന്നിനെ അവർ രണ്ടുപേരും കൂടി ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് ലിന്നെ പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. അവൻ ഇതൊക്കെ ഒരു സ്വപ്നം കണ്ടതായിരുന്നു. ലിങ്ങിന്റെ ഒച്ച കേട്ടിട്ടാണെന്ന് വെച്ചാൽ എടുത്തു നിന്നായിരുന്നു അവന്റെ സഹോദരൻ സാങ്ങും കിടന്ന് അറണ്ട് വിളിക്കുന്നുണ്ട്. ലിൻ ഇപ്പൊ എണീക്കാൻ നേരം വൈകിയോണ്ട് തന്നെ ചിന്ന ലോങ് കൂടി അവന്റെ ആ ഒരു ക്ലിനിക്കിലേക്ക് പോയേക്കാണ്. അവിടെയുള്ള ആ ഒരു പെണ്ണുങ്ങളോടൊക്കെ അവർ കമ്പനി ആവുന്നുണ്ട്. ലിൻ ഓടി വന്ന് അവിടെ നിന്ന് എല്ലാവരെയും പറഞ്ഞയക്കുന്നുണ്ട്. അതിലൊരു പെണ്ണിന്റെ കയ്യിൽ എന്തോ ഒരു കുപ്പിയിൽ ഒരു മരുന്ന് കൊടുത്തിട്ട് ലിൻ പറയാണ് 2 ഗ്ലാസ് വൈൻ എടുത്തിട്ട് ഈ മരുന്ന് അതിൽ ഇട്ടുകൊണ്ട് വരാനായിട്ട്. ആ ഒരു മരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വയം രൂപം തെളിയാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ലിൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. ലിൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ ലോങ്ങിനോട് ഈ ടൈം ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും നാഗകന്യകമാരല്ലേ, നിങ്ങളുടെ രൂപം മാറിയത് ഞാൻ കണ്ടു എന്ന് പറയാണ്. പക്ഷെ അതിനുള്ള മറുപടി ആയിട്ട് ലോങ് പറയാണ് അന്ന് നീ കണ്ടത് അതൊരു ഫാൻസി ഷോക്ക് ഞങ്ങൾ ഡ്രസ്സ് ചെയ്തതായിരുന്നു, അല്ലാണ്ട് ഞങ്ങൾ ശരിക്കും നാഗകന്യൊന്നും ആയിട്ടല്ല. അപ്പം ലിൻ ചോദിക്കുകയാണ് ആദ്യം നിന്റെ സിസ്റ്റർ ആണായിരുന്നല്ലോ, ഇപ്പം എങ്ങനെ ഒരു പെണ്ണായി എന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛൻ്റെ എന്തോ ഒരു ശാപം കിട്ടിയോണ്ടാണ് അവളിങ്ങനെ
ഇങ്ങനെ ആയതെന്നും ഭയങ്കര സുന്ദരി ആയതുകൊണ്ട് എല്ലാ ആണുങ്ങളും അവളെ നോക്കും, അങ്ങനെ നോക്കുന്ന ടൈമിൽ അവൾ ഒരു ആണായിട്ട് മാറും എന്ന് പറയാം. പൊട്ട ലിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. ലിൻ വിശ്വസിച്ചു എന്ന് അറിഞ്ഞതും ലോങ്ങും ചിന്നും കൂടി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുമുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ആ ഒരു പെണ്ണ് ആ വൈനും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ലിങ്ങാണെന്ന് വെച്ചാൽ അവരോട് രണ്ടുപേരോടും ഈ ഒരു വൈൻ കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ലോങ്ങിനെ ഒരുപാട് തടയുന്നുണ്ട് കുടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചിന്നിൻ്റെ വാശി കൊണ്ട് തന്നെ അവൾ അതെടുത്ത് കുടിക്കുന്നുണ്ട്. പക്ഷെ അവൾ പാമ്പിൻ്റെ രൂപമായിട്ടൊന്നും മാറിയില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണ് അവൾ പാമ്പല്ല എന്നുള്ള കാര്യം. ഇപ്പം ആ വൈൻ കൊണ്ടുവന്ന ആ ഒരു പെണ്ണിനോട് ലോങ്ങും ചിന്നും ഓൾറെഡി കമ്പനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലിങ്ക് കൊടുത്ത ആ ഒരു മരുന്നില്ല, അത് മാറ്റി വേറെന്തോ വൈനിൽ ഒഴിച്ചിട്ടാണ് അവൾ കൊണ്ടു കൊടുത്തത്. അതുകൊണ്ടാണ് ഇപ്പം ലോങ് രൂപം മാറാതിരുന്നത്. ആ ഒരു ടൈമിലാണ് അവിടേക്ക് ഒരു കുട്ടീനെ കൊണ്ടൊരു അമ്മ വരുന്നത്. അതിനെന്തോ അസുഖമായിട്ടാണ് വരുന്നത്. പക്ഷെ ആ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലിന്നിന് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. അവൻ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ലോങ്ങിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവൾ തിരിച്ച് വീട്ടിൽ പോയിട്ടാണെന്ന് വെച്ചാൽ ചിങ്ങിനോട് അവൻ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പറയാണ്. നാഗകന്യകായിട്ടുള്ള ലോങ്ങിനോട് ലിന്നിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇഷ്ടം തോന്നിയേക്കാണല്ലോ. അവൾ അങ്ങനെ ഊഞ്ഞാലാടുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് അവൾ വീഴാൻ പോകുമ്പോൾ ഇവനാണെന്ന് വെച്ചാൽ അവളെ പിടിക്കാനായിട്ട് എഴുന്നേക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ട് കുശുമ്പ് കയറിയിരിക്കുകയായിരുന്നു അവിടെ ചിൻ. അവളെന്ന് വെച്ചാൽ മാന്ത്രിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ലിൻ വീഴാനായിട്ട് എന്തോ മന്ത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലിൻ വീഴാൻ പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ലോങ് പോയി അവനെ രക്ഷിച്ചുകൊണ്ട് വന്ന ആ ഊഞ്ഞാലയിൽ ഇരുന്ന് രണ്ടുപേരും കൂടി ആടാണ്. അവരുടെ പ്രണയം അങ്ങനെ മുട്ടിട്ടോണ്ടിരിക്കുകയാണ്. അവരങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കുട്ടി മരിച്ചിട്ട് ലിന്നിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിരുന്നില്ലേ. ആ ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു അമ്മയോടൊപ്പം തന്നെ ജീവനോടുകൂടി നടക്കുന്നു. ലിന്നിനാണെന്ന് വെച്ചാൽ അത് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ട്. പക്ഷെ അമ്മ ലിന്നിനെ കുറെ ചീത്ത പറയാണ്. നല്ല ഡോക്ടർ ഒന്നല്ല, നിനക്ക് മരിച്ചോ ഇല്ലെന്ന് പോലും നോക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ കുട്ടിയെ നോക്കുമ്പോൾ തന്നെ ലോങ്ങിന് മനസ്സിലാവുന്നുണ്ട് അവന്റെ ഉള്ളിലുള്ളത് അവന്റെ ആത്മാവല്ല, അതേതോ ദുഷ്ടശക്തിയുടെ ആത്മാവാണെന്നുള്ളത്. അത് കേട്ടിട്ട് ലിന്നിന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. അവന്റെ വിചാരം അവന്റെ ആ ഒരു ചികിത്സിക്കുന്ന രീതിയൊന്നും ശരിയല്ലാതായിരുന്നു. പക്ഷെ ലോങ്ങിന് അത് മനസ്സിലായതുകൊണ്ട് തന്നെ ആ ഒരു അമ്മയുടെ വീട്ടിലേക്ക് ലോങ് പോകാണ് ഒറ്റക്ക്. എന്നിട്ട് ആ ഒരു കുട്ടിയെ പുറത്ത് നിന്ന് കളിക്കായിരുന്നു. ലോങ് എന്തോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ ഒരു കുട്ടീനെ വീഴ്ത്തിയിടുന്നുണ്ട്. പക്ഷെ ബുദ്ധിക്ക് കളിച്ച ആ കുട്ടിയാണെന്ന് വെച്ചാൽ അമ്മാന്ന് വിളിച്ചോണ്ട് കരയാണ്. ആ ടൈം അമ്മ പുറത്തേക്ക് വരുന്നുണ്ട്. കുട്ടീനെ ഉപദ്രവിക്കുന്ന കണ്ട ലോങ്ങിനെ അമ്മ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. പക്ഷെ ലോങ് ആണെന്ന് വെച്ചാൽ ആ കുട്ടിയെ വിടാതെ ഇവന്റെ ഉള്ളിൽ ദുഷ്ടശക്തിയാണ്, അത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു പറയാണ്. പക്ഷെ അമ്മ മോനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ടൈം അവിടേക്ക് ലിന്നു ഓടിയെത്തുന്നുണ്ട്. ലിന്നിന്റെ ആളാണ് ലോങ് എന്ന് മനസ്സിലായ അമ്മണെന്ന് വെച്ചാൽ ലിന്നിനെ വീണ്ടും വഴക്ക് പറയാണ്. നിങ്ങളുടെ ചികിത്സാ രീതി ശരിയല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആളെ വിട്ടിട്ട് എന്റെ മോൻ ഒരു ആത്മാവാണെന്ന് വരുത്തി തീർക്കാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടീനെയും കൊണ്ട് അകത്തേക്ക് പോവാണ് ആ അമ്മ. ലോങ് പിന്നാലെ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും ലോങ്ങിന് ഒരുപാട് ചീത്ത പറയാണ് ലിങ്. കാരണം അവന്റെ മാനം അഭിമാനം എല്ലാം അവിടെ നഷ്ടപ്പെടാണ്. ലോങ്ങിനോട് നീ ഇനി എന്റെ കൺമുന്നിൽ പോലും വന്നു പോകരുതെന്നും പറഞ്ഞ് ലിങ് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. ഇത് ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് ലോങ്. ഇപ്പോൾ ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് അവളുടെ അനിയത്തി ചിന്നാണെന്ന് വെച്ചാൽ അവൻ നമുക്ക് വേണ്ട, അവനല്ലെങ്കിലും മനുഷ്യർക്ക് മനുഷ്യരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി, നമുക്കിങ്ങനെ സ്നേഹിച്ച് പോയ പോലെ ചേച്ചിന്നും പറഞ്ഞ് ഉമ്മ വെക്കാനായിട്ട് അവൾ പോകുമ്പോൾ ചേച്ചിക്കാണെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കിട്ടിയ അവസരം മുതലാക്കാണെന്ന് അവൾ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ചിന്നിനെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് ഇതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാക്കണമെന്ന് ലോങ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോങ്ങും ചിന്നും കൂടി ആ ഒരു കുട്ടിനെ തട്ടിക്കൊണ്ടു പോന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദുഷ്ട ആത്മാവിനെ പുറത്തെടുക്കുന്നുണ്ട്. അതൊരു ചെടിയായിരുന്നു. ആ ഒരു ചെടീനെ പുറത്തെടുത്തുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ആത്മാവിനെ ഉള്ളിലേക്ക് വിടാണ്. അപ്പൊ ആ കുട്ടിക്ക് ജീവൻ വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ലിന്നെ അവിടേക്ക് വരുന്നുണ്ട്. ലിങ്ങിനെ ഹെൽപ്പ് ചെയ്ത ലോങ്ങിനോട് അവനക്ക് വീണ്ടും ഇഷ്ടം തോന്നാണ്. അപ്പൊ ലിന്നിനെ സമാധാനിപ്പിക്കാനായിട്ട് നിന്റെ ചികിത്സാ രീതി ഏറ്റവും നല്ലത് തന്നെയാ, ആ ഒരു ദുഷ്ടശക്തി ഉള്ളിലുള്ളതുകൊണ്ടാണ് നീ ആ ഒരു കുട്ടി മരിച്ചെന്ന് പറഞ്ഞത്, അല്ലാണ്ട് നിന്റെ മെഡിക്കൽ ഫീൽഡിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. ലിന്നിന്റെ ആ ഒരു മാറ്റം കണ്ടിട്ട് അവന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അവർക്കൊക്കെ എന്ന് വെച്ചാൽ മനസ്സിലാവാണ് ലിന്നിന് ലോണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യം. തമ്മിൽ ചർച്ച ചെയ്യാണ്. അവർ നല്ല മാച്ചൊക്കെയാണ്. ലോങ് എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയായിട്ടാണ് സ്പോർട്സ് ആർട്സ് ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ലിങ് ഭയങ്കര മെഡിക്കൽ ഫീൽഡിലും എക്സ്പേർട്ട് ആണ്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല മാച്ച് ആണെങ്കിലും ലിൻ എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിനെ പിടിക്കുന്ന ആളും ദുഷ്ടശക്തികളെ വേട്ടയാടുന്ന ആളും ലോങ് ഒരു 1000 വർഷം പഴക്കമുള്ള ഒരു നാഗകന്യകയല്ല. ഇവർ തമ്മിൽ എങ്ങനെ ചേരുന്ന് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവസാനം ലിന്നും ലോങ്ങും അങ്ങനെ മാരീഡ് ആവാണ്. ലോങ്ങിനെ ഭയങ്കര നല്ല മനസ്സോടുകൂടി തന്നെ ലിങ് കല്യാണം കഴിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ലോണിന്റെ അനിയത്തി ചിന്നാണെന്ന് വെച്ചാൽ കുറെ ഗേൾസിനെ, നല്ല ഭംഗിയുള്ള ഗേൾസിനൊക്കെ കൊണ്ടുവന്ന് നല്ല ഭംഗിയിൽ അങ്ങനെ ഒരുക്കിയിരുത്തിയ അവരെ കണ്ടിട്ട് ലിന്ന് അവരുടെ അടുത്തേക്ക് പോകും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ലോങ്ങിന് അവനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാമല്ലോ. അതായിരുന്നു ചിന്നിന്റെ ഐഡിയ. പക്ഷെ ലോങ് എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് അവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ വയ്യാത്തൊരു പെണ്ണിനെ മാത്രം കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട്. ലോങ്ങിന് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം അവനൊരു ഡോക്ടർ അല്ലേ, അവന്റെ ദൗത്യം അവൻ കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് ലോങ് പറയാണ്. ലിങ്ങിന്റെയും കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രാത്രിയായിരുന്നു ഇന്ന്. പക്ഷെ ലോങ് ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കരമായിട്ട് വിചിത്രമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ലോങ് ഒരുമാതിരിയായിട്ട് പെരുമാറുന്നത് കണ്ടിട്ട് ലിങ്ങിനാണെന്ന് വെച്ചാൽ എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്തിരുന്നത് ചിന്നായിരുന്നു. അവളൊരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വശീകരിച്ചെടുത്തേക്കായിരുന്നു ലോങ്ങിന്. ഇപ്പൊ ലിന്ന് എന്താണോ പുറത്ത് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ലോങ് ഇപ്പൊ ആ ഒരു ബെഡ്റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോങ്ങിന്റെ മേത്താണെന്ന് വെച്ചാൽ ചിന്ന ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സാധനം ഒട്ടിച്ചു വെച്ചായിരുന്നു. ആ ഒരു സ്റ്റിക്കർ മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി ലോങ്ങിന് സ്വയം ബുദ്ധി തിരിച്ചു കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ആ ഒരു
സ്റ്റിക്കർ അവളുടെ മേത്തുനിന്ന് പറഞ്ഞു വീഴുന്നു. ലിൻ അതിന്റെ മേത്തേക്ക് വീഴുമ്പോൾ ലിന്നിന്റെ മേത്ത് അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ ലിന്ന് ചിൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ലോങ്ങിന് ദേഷ്യം വരുന്ന രീതിയിൽ തന്നെ ലിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചിന്നിനെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ലിന്നിന്റെ ബ്രദർ ആയിട്ടുള്ള സോനെ വിളിച്ചുകൊണ്ട് അവളെന്ന് വെച്ചാൽ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ സോനിന്റെ മേത്ത് കയറി ഇരുന്നിട്ട് ചിന്നിങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. സോന്റെ വിചാരം അവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൾ ചെയ്യുന്നത്. പക്ഷേ ഇവളിതെന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് അവിടെ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോടുകൂടി ലോങ്ങിന് മനസ്സിലാവാണ് ഇത് ചിന്നിന്റെ പരിപാടിയാണെന്ന്. അവന്റെ മേത്ത് എവിടെയെങ്കിലും കാർഡ് ഉണ്ടോ എന്ന് അവൾ തപ്പി നോക്കുന്നത്. എന്നിട്ട് ആ ഒരു കാർഡ് കിട്ടുമ്പോൾ അവൾ അത് വലിച്ചെറിയുന്നുണ്ട് മേത്തുനിന്ന് പറിച്ചിട്ട്. അങ്ങനെ അവർ രാത്രി ഭയങ്കര സുഖമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ. എല്ലാ പ്ലാനും തകർന്നുകൊണ്ട് ചിന്ന അവിടെ ഇരിക്കുമ്പോൾ സോനാണെന്ന് വെച്ചാൽ കഴിഞ്ഞോ, എനിക്ക് മതിയായില്ല, നീ വാ, നീ ഒന്നുകൂടി ചെയ്തോ, നീ ചെയ്ത പോലെ എന്നും പറഞ്ഞ് ചിന്നിനെ വിളിക്കുന്നുണ്ട്. ചിന്നിന് ദേഷ്യം വന്നിട്ടാണെന്ന് വെച്ചാൽ അവന് ഇട്ടൊരു ചവിട്ടും കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം ചിന്നിന് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ പാമ്പിന്റെ രൂപത്തിലായി വന്നിട്ട് ലോങ്ങിനെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ലോങ് 1000 വർഷം പഴക്കമുള്ള ഒരു പാമ്പായോണ്ട് തന്നെ അവളെ നിസ്സാരമായിട്ട് മുട്ടുകൊത്തിക്കുന്നുണ്ട്. ചിന്നിനെ പിടിച്ച് വലിച്ചെറിയാണ് ലോങ്. അങ്ങനെ ചിന്നിന്റെ തണ്ടനെ ഉളുക്കിയിട്ട് അവൾ അവിടെ ഇരിക്കുകയാണ്. ആ ടൈമിൽ അവിടേക്ക് സോഹം വരുന്നുണ്ട്. സോഹം വന്നിട്ട് ചിന്നിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ എവിടെ നിന്നോ ലിന്നിന്റെ മാസ്റ്റർ ആയിട്ടുള്ള മാന്ത്രിക വിദ്യയിൽ കുറെ കയ്യിലുള്ള മന്ത്രവാദി, അതായത് ഈ ദുഷ്ടശക്തികളൊക്കെ പിടിക്കുന്ന ഒരു ഹണ്ടർ വേട്ടക്കാരി അവിടേക്ക് എത്താണ്. അവളെന്ന് വെച്ചാൽ ലിങ്ങിന്റെ പോലെ നിസ്സാരക്കാരി ഒന്നും ആയിരുന്നില്ല. അവൾ ഉഗ്രകണ്ണി തന്നെയായിരുന്നു. ലോങ്ങിനെ അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനേ പറ്റുന്നില്ല. ലോങ്ങിനെ അവൾ അവളുടെ സ്വയം രൂപത്തിലേക്ക് ആക്കാണ്. അതായത് ലോങ് ഇപ്പോൾ ഒരു പാമ്പായിട്ട് മാറിയേക്കാണ്. ലോങ് പാമ്പായി മാറുന്നതിന് മുന്നേ തന്നെ സോനോട് വേഗം ചിന്നിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സോന് ചിന്നിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോൻ കാണുന്നില്ല ഇപ്പൊ ലോങ് ഒരു പാമ്പാണെന്നുള്ള കാര്യം. ആ ടൈമിൽ അവിടേക്ക് ലിന്നു എത്തുന്നുണ്ട്. ലിന്നിന് മനസ്സിലാവാണ് തന്റെ ഭാര്യ ഒരു പാമ്പാണെന്നുള്ള കാര്യം. പക്ഷെ ലിന്നിനാണെന്ന് വെച്ചാൽ അവളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അവന്റെ മാസ്റ്ററോട് അവൻ കെഞ്ചി പറയാണ് ലോങ്ങിനെ ഒന്നും ചെയ്യരുതെന്നുള്ള കാര്യം. അങ്ങനെ ലിൻ കുറെ കെഞ്ചിയോണ്ട് തന്നെ മാസ്റ്റർ അവളൊന്നും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ലിന്നോട് ഈ സത്യങ്ങളൊന്നും പറയാതിരുന്നതിന് കുറെ ക്ഷമ ചോദിക്കുന്നുണ്ട്. പക്ഷെ ലിന്നാണെന്ന് വെച്ചാൽ ക്ഷമ ഒന്നും പറയണ്ട, നീ ഏത് രൂപത്തിലായാലും ഏത് ജന്മത്തിലായാലും ഞാൻ നിന്റെ ഒപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവളെ കെയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ടൈം സോനാണെന്ന് വെച്ചാൽ ചിന്നിനെ കെയർ ചെയ്യുന്നുണ്ട്. ചിന്നിന് പക്ഷെ എങ്ങനെയെങ്കിലും തന്റെ സഹോദരിനെ കണ്ടാൽ മതി എന്നായിരുന്നു. പക്ഷെ സോൻ അവളെ എവിടേക്കും വിടാതെ അതൊക്കെ വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ടാണെന്ന് വെച്ചാൽ ചിന്നിന് ഒരുപാട് അവനെ ഇഷ്ടമാവുന്നുണ്ട്. അപ്പോഴാണ് അടച്ചിട്ടൊരു കൂട്ടിന്ന് എങ്ങനെയോ ഒരു കുറുക്കൻ, അതായത് മനുഷ്യന്റെ രൂപമുള്ള കുറുക്കൻ വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ലോങ്ങിന്റെ ആത്മാവ് പുറത്തെടുത്തിട്ട് അവൻ തിന്നാനായിട്ട് നോക്കാണത്. അങ്ങനെയാണെന്ന് വെച്ചാൽ 1000 വർഷം പഴക്കമുള്ള ആ ഒരു പാമ്പിന്റെ ആത്മാവ് അവൻ തിന്നാണെങ്കിൽ അവൻക്ക് ഇരട്ടി ശക്തി കിട്ടുമെന്ന് അവൻക്ക് അറിയായിരുന്നു. പക്ഷെ തിന്നാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ആ ടൈം അവിടേക്ക് മാസ്റ്റർ വരുന്നുണ്ട്. എന്നിട്ട് മാസ്റ്റർ അവളുടെ മാന്ത്രിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോങ്ങിന്റെ ആത്മാവ് അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഈ ഫോക്സിനെ, ഒരു കുറുക്കനെ മാന്ത്രിക തടവിലാക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇന്നും തന്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാനായിട്ട് അവിടെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് തന്റെ മാസ്റ്ററോട് നന്ദിയും പറയുന്നുണ്ട്. ലോങ്ങിന് ഒരുപാട് നേരം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ലോങ്ങിന് ജീവനും തിരിച്ചു കിട്ടാണ്. എന്താ നടന്നത് എന്ന് പോലും അറിയാതെ അവിടെ ഇരിക്കുകയാണ്. ആ മാസ്റ്റർ പിടിച്ച കുറുക്കനെ കൊണ്ട് അവൾ വഴി കൂടെ നടന്നു പോകുമ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു കുറുക്കൻ ഇപ്പൊ മനുഷ്യ രൂപത്തിലല്ലുള്ളത്. അതുകൊണ്ട് വഴിയിലുള്ളവരൊക്കെ പറയാണ്, ഓ എത്ര നല്ല മാച്ചായ കപ്പിൾസ് ആണല്ലേ ആ പോകുന്നതെന്നൊക്കെ. പക്ഷെ ആക്ച്വലി അറിയില്ലല്ലോ അതൊരു വേട്ടക്കാരിന്റെ ഒരു ദുഷ്ടശക്തിയാണെന്നുള്ള കാര്യം. ലിന്നാണെന്ന് വെച്ചാൽ അങ്ങനെ നന്നായിട്ട് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾക്കിപ്പോൾ വയ്യാണ്ടായേക്കുവാണ്. ഈ മാന്ത്രിക ശക്തിയിൽ അവളുടെ കുറേ ശക്തികളൊക്കെ ലയിച്ചു പോയായിരുന്നു. അവളുടെ മുഖത്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ പാമ്പിന്റെ പാടും ഉണ്ടായിരുന്നു. ലിൻ അവ വരച്ചൊരു മാന്ത്രിക പേപ്പർ അവളുടെ ഷോൾഡറിലായിട്ട് വെച്ച് നോക്കുന്നുണ്ട്. ആ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒറിജിനൽ രൂപമായിട്ടുള്ള പാമ്പിന്റെ രൂപത്തിലേക്ക് മാറുമെന്നാണ് ലിൻ വിചാരിച്ചിരുന്നത്. അവൻ എഴുതിയ മന്ത്രങ്ങൾക്കൊക്കെ എന്തോ കുഴപ്പമുണ്ടെന്ന് അവൻ വിചാരിക്കുകയാണ്. പക്ഷെ ലിൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് ലോങ്ങിന് നല്ല സങ്കടമാവുന്നുണ്ട്. കാരണം അവളെ വെച്ചൊരു പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ലിന്ന്. ലോങ് അതുപോലെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോന്ന്. പക്ഷെ അവൻ, നീ എൻ്റെ ഭാര്യയാണ്, നിന്നെ ഞാൻ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവളെ കുറെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ലോങ് വീഴുന്നില്ല. എന്നെ ചിൻ നോക്കിക്കോളും, നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളാൻ പറയുന്നുണ്ട്. അപ്പോൾ വിഷമത്തോടുകൂടി തന്നെ ലിങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ചിൻ വന്നിട്ട് അവളെ കുറെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. മനുഷ്യർ വേറെ, നമ്മൾ വേറെ, നമ്മൾ ഒരിക്കലും ഇവരായിട്ട് സെറ്റായി പോകില്ല, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് ചിൻ അവിടെ നിന്ന് പോകാണ്. തിരിച്ച് ലിൻ വന്ന് നോക്കുമ്പോഴെന്ന് വെച്ചാൽ വീട്ടിൽ ലോങ്ങിനെ കാണാനേ ഇല്ല. അവൻ ആ ഗ്രാമം മുഴുവൻ ലോങ്ങിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവിടെ ചിന്നിനെയും ലോങ്ങിനെയും കാണുമ്പോൾ ലോങ്ങിനോട് അവൻ കുറെ കെഞ്ചിക്കൊണ്ട് പറയുന്നുണ്ട്, തിരിച്ച് വീട്ടിലേക്ക് വായോ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ. പക്ഷെ ലോങ് അതിനെ ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും അവൻ ഒരുപാട് കരയുന്ന കണ്ടിട്ട് ലോങ്ങിനെ അത് സഹിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ തിരിച്ച് ലിന്നിന്റെ വീട്ടിലേക്ക് ലോങ്ങിനെ കൊണ്ട് പോകുന്നുണ്ട്. ലോങ്ങിനെ വീട്ടിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്തുകൊണ്ട് നോക്കാണ് ലിൻ. അവൾക്ക് ഫുഡൊക്കെ കോരി കൊടുക്കുന്നുണ്ട്. അവളെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ചിന്നിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടാതെ ലിന്നിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, അതെ എന്റെ ചേച്ചിക്ക് ഞാൻ ഫുഡ് കൊടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ലോങ്ങിനെ വാരി കൊടുക്കാനായിട്ട് നോക്കാണ്. പക്ഷെ ലോങ് അത് കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടൈമിൽ തന്നെ ചിന്നിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോനെ. സോൻ വന്നിട്ട്, നിനക്ക് വയ്യായൊന്നും മാറിയിട്ടില്ലല്ലോ, നിനക്ക് വാരി തരാന്ന് പറഞ്ഞ് അവൻ വേറൊരു ബൗളിൽ സൂപ്പ് എടുത്തിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്ന് മാറി നിൽക്കാണ് ലിന്നിപ്പോ. കാരണം തന്റെ ഭാര്യനെ ഒന്ന് സ്നേഹിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഇവരുടെ ശല്യം കൊണ്ട്. അങ്ങനെ ഒച്ചെടുത്തോണ്ട് അവരെല്ലാവരെയും പുറത്താക്കുന്നുണ്ട്. ഇപ്പൊ ചിന്നും ലിന്നും തമ്മിൽ ഭയങ്കരമായിട്ട് തല്ല് നടത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലോങ്ങിന്റെ പേര് പറഞ്ഞിട്ട്. ലോങ് ആണെന്ന് വെച്ചാൽ തലക്കും കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ജയിക്കാനായിട്ട് ചിന്നപ്പോ പറയാൻ,
പറയാണ്, നീ എന്താ വിചാരിച്ചത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എൻ്റെ ചേച്ചി നിൻ്റെ ഒപ്പം വരുന്നതെന്നോ? അതൊന്നല്ല, മനുഷ്യക്കുട്ടീനെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിക്ക് സ്ഥിരമായിട്ട് പെൻഷനാവാൻ പറ്റും, അത് മാത്രമാണ് അവൾ ഉദ്ദേശം. ഒരു കുട്ടീനായി കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി നിന്നെ ഇട്ടിട്ട് പോകുമെന്ന് പറയാണ്. അത് കേട്ടതും ലിനിന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. അവൻ ലോങ്ങിനെ നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ലോങ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും അല്ല, ആദ്യത്തെ കാര്യം അവൾ പറയുന്നതെന്ന് പറഞ്ഞ് തിരുത്താൻ നോക്കുന്നുണ്ടെങ്കിലും ലിൻ അത് കേൾക്കുന്നേ ഇല്ല. ലോങ്ങിന് അപ്പൊ ചിന്നിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ചിങ്ങ് വിജയിച്ച മട്ടിൽ അവിടെ ഇരിക്കുകയാണ്. ലോങ് അപ്പൊ ചിന്നിനോട് തീരെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ചിന്നാണെന്ന് വെച്ചാൽ അവളെ കുറെ സോപ്പിടാനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിനക്ക് ചൂടാക്കാനായിട്ട് ഒരു ശരീരമല്ല വേണ്ടത്, അതിനെ ഒരു നല്ല ശരീരം ഞാൻ തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്ന് ചിൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അവിടേക്ക് കിടന്നു വരുന്നുണ്ടേ. എൻ്റെ ഭാര്യയുടെ ശരീരം ചൂടാക്കാൻ നീ എന്തിനാ, അതിന് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ലിന് ലോങ്ങിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ലോങ് അപ്പം ചിരിച്ചുകൊണ്ട് ലിനിനെ നോക്കുന്നുകൊണ്ട് ദേഷ്യം കണ്ടുകൊണ്ട് ചിന്ന അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാണ്. ലിൻ അവിടെ നിന്ന് എന്തോ വായിക്കുന്ന ടൈമിൽ അവൻ്റെ പിന്നിലൂടെ വന്ന് ആരോ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൻ്റെ മുഖത്ത് കൂടെ ഒരു തുണി വീണുകൊണ്ട് തന്നെ അത് ആരാണെന്ന് അവനക്ക് കാണാനേ പറ്റുന്നില്ല. പക്ഷെ നമ്മളെ കാണിക്കുന്നുണ്ട് അത് ചിന്നയാണെന്നുള്ള കാര്യം. അങ്ങനെ ലിനും ചിന്നും കൂടി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കിസ്സൊക്കെ ചെയ്ത് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ലിനിൻ്റെ മുഖത്തുള്ള തുണി മാറുന്നത്. അപ്പോൾ അവൻ ചിന്നാണതെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ചിൻ പക്ഷേ ഇവൻ എങ്ങനെയെങ്കിലും വളയ്ക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവൻ്റെ ഒപ്പം ഡാൻസൊക്കെ ചെയ്തത്. ഈ ഒരു സ്വപ്നത്തിൽ തന്നെ ലിങ് പെട്ടെന്ന് നെട്ടി എണീക്കാണ്. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോന്ന് തന്നെ അവനക്ക് ഭയങ്കര ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. അവളെ സീൻ കട്ടായിട്ട് ലിന്ന് ലോങ്ങിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടൈമ് ചിന്ന് ഞാൻ ചേച്ചിയുടെ മുടി കെട്ടിത്തരാമെന്ന് പറഞ്ഞ് അവിടേക്ക് വന്നിട്ട് ലിന്നിനെ മാറ്റാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയുടെ മുടി ഞാൻ തന്നെ കെട്ടിക്കൊണ്ട് നീ കെട്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്താണ് ലിന്ന്. ആശുപത്രിയിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ചിന്ന് ലിന്നിനെ വേഗം അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് ലോങ്ങിൻ്റെ മുടി ചിന്നാണ് കെട്ടിക്കൊടുക്കുന്നത്. ഈ ടൈം ചിന്നിൻ്റെ മനസ്സിലാണെന്ന് വെച്ചാൽ എന്തോ ഒരു കുരുട്ട് ബുദ്ധി ഉദിക്കുന്നുണ്ടായിരുന്നേ. അന്ന് രാത്രിയാണെന്ന് വെച്ചാൽ ലിന്നിൻ്റെ സ്വഭാവത്തിൽ ആകെപ്പാടെ ഒരു വ്യത്യാസം കാണാണ് ലോങ്ങിന്. വേറെ പെണ്ണുങ്ങളായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് സംസാരിക്കുന്നു. എന്നും ലേറ്റ് ആയിട്ട് തന്നെ വീട്ടിലേക്ക് വരുന്നു. ക്ലിനിക്കിലുള്ള ലേഡീസിനായിട്ട് അവൻ ഭയങ്കരമായിട്ട് മിങ്കിളാവുന്നു. ഇതൊക്കെ കണ്ടിട്ടാണെന്ന് വെച്ചാൽ ലോങ്ങിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഇവൻ്റെ സ്വഭാവം എന്താ പെട്ടെന്ന് മാറിയതെന്ന് വിചാരിച്ചിട്ട് പിന്നെയാണെന്ന് വെച്ചാൽ ഇപ്പം ലോങ്ങിനെ മൈൻഡ് ചെയ്യുന്നേയില്ലേ. അങ്ങനെ ലോങ് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നു. ഇതിന് പോലും ലിന്നിന് ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. പ്രഗ്നന്റ് ആണെങ്കിൽ നീ പ്രസവിച്ചോ എന്നുള്ളൊരു മട്ടായിരുന്നു. അങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെയാണെന്ന് വെച്ചാൽ അവളൊട്ടും കെയർ ചെയ്യുന്നൊന്നുമില്ല. എന്നും ഈ പറഞ്ഞ പോലെ തന്നെ രാത്രി ലേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ചിന്നിനോടും ലിന്ന് അപമര്യാദയായിട്ട് പെരുമാറുന്നത് ഒളിച്ചു നിന്നോണ്ട് ലോങ് കാണുന്നുണ്ട്. അങ്ങനെ ലോങ്ങിന് മനസ്സിലാവാണ് ലിന്ന് അത്ര നല്ല സ്വഭാവമുള്ള ആളൊന്നും അല്ല, അവന് ലോങ്ങിനെ പറ്റിച്ചതാണെന്നുള്ള കാര്യം. ലോങ്ങിന് ലേബർ പെയിൻ വരുന്നുണ്ട്. പക്ഷെ അവള് പ്രസവിക്കുന്നതാണെന്ന് വെച്ചാൽ ഒരു വലിയ മുട്ടയായിരുന്നു, പാമ്പിന്റെ മുട്ട. ഇത് കണ്ടിട്ട് ലിന്ന് ലോങ്ങിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈം മുതലാക്കിക്കൊണ്ട് തന്നെ ചിന്ന ലോങ്ങിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ചിന്ന ആഗ്രഹിച്ച പോലെ തന്നെ അവരുടെ ലൈഫ് മാറാണ്. ലോങ്ങിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിന്നിന്റെ കൈയിന്റെ ഉള്ളിൽ നിന്ന് ലോങ് പെട്ടെന്ന് അപ്രതീക്ഷയായിട്ട് പോവാണ്. ഇപ്പൊ അവൾ കിടക്കുന്നത് ഒരു ബെഡിലായിരുന്നു. ഇതൊക്കെ ലോങ്ങിന്റെ സ്വപ്നമായിരുന്നു. ലോങ്ങിന്റെ സ്വപ്നം എന്ന് പറഞ്ഞ പോലെ ചിന്ന ഒപ്പിച്ചൊരു പണിയായിരുന്നു. അവിടെ മാത്രം കിട്ടുന്ന ഒരു പൂവ് ഉണ്ടായിരുന്നു. ആ ഒരു പൂവ് മണപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ മണപ്പിക്കുന്നത് ആ ഒരു വ്യക്തി അവരുടെ ഇല്യൂഷനിലേക്ക് പോകും. അവന്റെ ഓപ്പൺ മൈൻഡിലേക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇഷ്ടമില്ലാതെ വന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. ലോങ്ങും ലിന്നും എങ്ങനെയെങ്കിലും പിരിയാൻ വേണ്ടി ചിൻ ചെയ്തു വെച്ചതായിരുന്നു ഇത്. ആ ഒരു പൂവ് അന്ന് മുടി ഏരി കൊടുക്കുന്ന ടൈമിലാണെന്ന് വെച്ചാൽ ചിന്നെ ലോങ്ങിനെ കൊണ്ട് മണപ്പിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവൾ അൺകോൺഷ്യസ് ആയിട്ട് വീഴുന്നതുകൊണ്ട് ഈ സ്വപ്നത്തിലേക്ക് പോവാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പൂവ് അവിടെ നിന്ന് കണ്ടെത്തിയ ലിന്നാണെന്ന് വെച്ചാൽ ഇതിനുള്ള ഒരു പോം വഴി അവന്റെ മാസ്റ്ററോട് ചോദിക്കുകയാണ്. അവന്റെ മാസ്റ്ററിന്റെ കൂടെ ഉള്ള ആ ഒരു കുറുക്കനില്ലേ, അയാൾ ഇതിൻ്റെ ഉള്ള പോം വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അയാളുടെ അടുത്ത് നിന്നുള്ള ഒരു മരുന്ന് കൊടുത്തിട്ട് ഈ ഒരു മരുന്ന് മണപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ സ്വയം ബോധത്തിലേക്ക് വരുന്നു പറയാണ്. അതുകൊണ്ട് തന്നെ ലിങ് ആ ഒരു മരുന്ന് മണപ്പിച്ചിട്ട് ഇപ്പൊ ലോങ്ങിനെ സ്വന്തമായിട്ടുള്ള ആ ഒരു ബുദ്ധിയിലേക്ക് കൊണ്ടുവന്നേക്കാണ്. പക്ഷെ ചിന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലോങ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ള ഒരു കാര്യം. പിറ്റേ ദിവസം ചിന്ന ലോങ്ങിന്റെ അടുത്തൊക്കെ ഭയങ്കര സന്തോഷത്തോടുകൂടി വരുമ്പോൾ ആ ഒരു സെയിം പൂവ് തന്നെ ലോങ് ചിന്നിനെ കൊണ്ട് മണപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അൺകോൺഷ്യസ് ആയിട്ട് വീഴാണ്. നേരെ ലിന്നിന്റെ അടുത്തൊക്കെ പോയിട്ട് അവൾ കണ്ട സ്വപ്നങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ലിൻ വേറൊരു പെണ്ണിന്റെ ഒപ്പം നടന്നു എന്നൊക്കെ ലോങ് പറയുമ്പോൾ ലിന്നിന് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും അവളുടെ ജീവിതത്തിൽ ലോങ് മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. പിറ്റേ ദിവസമാണെന്ന് വെച്ചാൽ ചിന്നിന് ഇഷ്ടപ്പെട്ട വൈനും ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ അനിയത്തിനെ കാണാനായിട്ട് ലോങ് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ടൈമിൽ ചിന്ന് ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ. പാമ്പിന്റെ രൂപത്തിൽ വന്ന് അവൾ ഉപദ്രവിക്കാനായിട്ട് ചിന്ന് നോക്കുന്നുണ്ട്. പക്ഷെ 1000 വർഷം അത് മറക്കണ്ട, ആ ഒരു പാമ്പല്ല ലോങ്. ഇത് കണ്ടോണ്ടാണ് അവിടെ സോം വരുന്നത്. സോം അപ്പൊ തന്നെ അവിടെ നിന്ന് പേടിച്ച് ഓടാൻ നിൽക്കുമ്പോൾ ലോങ് നേരെ പോയി അവന്റെ തലക്കിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ തല കറങ്ങി വീഴാണ്. ഇനി അവനക്ക് ബോധം വന്നാലും ഈ ഒരു കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അവന്റെ കയ്യിൽ എന്തോ ഒരു പാത്രം ഉണ്ടായിരുന്നു, അതില് വൈനായിരുന്നു എന്ന് തോന്നുന്നു. ചിന്നിന് ലോങ്ങിനോട് ഒരു ദേഷ്യം ഉണ്ടായതുകൊണ്ട് തന്നെ അവൾ കൊണ്ടുവന്ന വൈന് ചിൻ കുടിക്കുന്നില്ല. അങ്ങനെ നീ കുടിക്കണ്ട എന്നാ ഞാനിതെന്റെ കെട്ടിയവർക്ക് കൊടുത്തോളാന്നും പറഞ്ഞ് ലോങ് ആ വൈനും കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആ വൈനും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ലോങ് പോകുന്നത്. ലിന്നി ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണിനാണെന്ന് വെച്ചാൽ ഇത്തിരി ഇളക്കം കൂടുതലാണ്. അവള് ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഒച്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ക്ലിനിക്കിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാണെന്ന് വെച്ചാൽ ലോങ്ങിനൊന്നും തോന്നണ്ടെന്ന് വെച്ചിട്ട് ഇതൊരു ആശുപത്രിയല്ലേ, ലിങ്ങിന് പിന്നെ ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ കിട്ടിയ ആ ഒരു രോഗിനെ നന്നാക്കുന്നവരെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ലോങ്ങിനെ കംഫർട്ട് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ലോങ്
പറയാണ്, അതെ എനിക്ക് എൻ്റെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്കിതൊന്നും കണ്ടാൽ വിഷമൊന്നും ആവില്ല എന്ന് പറയാണ്. എന്നിട്ട് അവളുണ്ടാക്കിയ ആ ഒരു വൈൻ ലിന്നും ലോങ് കൂടി ഇരുന്ന് കുടിക്കുന്നുണ്ട്. ഈ ടൈം ചിന്നിന്റെ വീട്ടിലാണെന്ന് വെച്ചാൽ സാനിന് ഇപ്പൊ ബോധം വന്നേക്കാണ്. അതിനോടകം തന്നെ സോൻ കൊണ്ടുവന്ന ആ ഒരു വൈൻ ചിന്നും കുടിക്കുന്നുണ്ടായിരുന്നു. ചിന്നിന്റെ അടുത്തേക്ക് വന്നിട്ട് സോൻ പറയാണ്, ഈ വൈൻ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇതൊരു പ്രത്യേക തരം വൈനാന്ന് പറഞ്ഞ് അതിന്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു പേര് പറയുമ്പോൾ തന്നെ ചിന്ന ആ ഒരു വൈൻ തുപ്പിക്കളയാണ്. കാരണം അത് പാമ്പുകൾക്ക് കുടിക്കാൻ പറ്റാത്ത വൈനാണ്. പാമ്പുകൾ അഥവാ അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സ്വയം രൂപത്തിലേക്ക് വരും. സോൻ എടുത്ത് അത് മണപ്പിച്ച് നോക്കിയിട്ട് ഇത് ആ വൈൻ്റെ പോലെ ഇല്ലല്ലോ, ഇത് ഞാൻ കൊണ്ടുവന്ന വൈനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ചിന്നിന് ബോധം വരുന്നത്, ആ ഒരു ലോങ് കൊണ്ടുവന്ന ആ ഒരു വൈനിന്റെ ബോട്ടിൽ ഈ ഒരു ബോട്ടിലായിട്ട് മാറിപ്പോയിട്ടുണ്ടാവും. ഇപ്പൊ ലോങ് കൊണ്ടുപോയേക്കുന്നത് ആ ഒരു പാമ്പിനെ കുടിക്കാൻ പറ്റാത്ത വൈനാണെന്നുള്ള കാര്യം ചിന്നിന് മനസ്സിലാവുന്നത്. ഇതിനോടകം തന്നെ ലോങ്ങിൽ ലിന്നും കൂടി ആ വൈൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ലോങ്ങിനിപ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ലിന്ന് അവൾ എന്താണ് കുടിച്ചതെന്ന് മണപ്പിച്ച് നോക്കുമ്പോൾ അത് പാമ്പിന് കുടിക്കാൻ പറ്റാത്ത ഒരു വൈനാണെന്ന് ലിന്നും പറയുന്നുണ്ട്. അങ്ങനെ അവൾ അവളുടെ സ്വയം രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലിന്നിനോട് അവിടെ നിന്ന് പോകാനായിട്ട് ലോങ് ഒരുപാട് പറയുന്നുണ്ടെങ്കിലും പോകുന്നേ ഇല്ല. ലിന്നിന് തന്റെ രൂപം തന്റെ ഭർത്താവ് കാണാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ലോങ്ങിന് വയ്യാത്തോണ്ട് തന്നെ അവൾ ഒറ്റക്കാക്കിയിട്ട് പോവാനും ലിങ്ങിന് മനസ്സ് വരുന്നില്ല. അങ്ങനെ ലോങ് അവളുടെ സ്വയം രൂപത്തിലേക്ക് മാറാണ്. ലിങ്ങിനെ ഉപദ്രവിക്കാനായിട്ട് പാമ്പിന്റെ വായം തുറന്നുകൊണ്ട് അവൾ വരുന്നുണ്ട്. ലിങ്ങിന് അവളെ കണ്ടിട്ട് നല്ല പേടിയൊക്കെ ആവുന്നുണ്ടെങ്കിലും തന്റെ ഭാര്യയല്ലേ എന്ന് വെച്ച് അടുത്തുനിന്ന് പോവാതെ നിൽക്കുകയാണ്. ഈ ടൈം അവിടേക്ക് ചിൻ വരുന്നുണ്ട്. ചിൻ അവളുടെ മാന്ത്രിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലേക്ക് കയറിയിട്ട് അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് ചിൻ പറയുന്നുണ്ട്. ഈ ടൈമാണെന്ന് വെച്ചാൽ ലോങ്ങിന് ഒരു ബോധം ഉണ്ടാവില്ല. ആരുടെ മുന്നിൽ അവൾ എന്താണോ ചെയ്യുന്നത് ഒന്നും മനസ്സിലാവും. ചുറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള ചാൻസും ഉണ്ട്. ചിന്ന ലോങ്ങിനെ രക്ഷിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിലും തന്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ലിങ്ങിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവന്റെ മാസ്റ്റർ കൊടുത്തൊരു കാർഡ് ഉപയോഗിച്ച് ഇപ്പൊ ചിൻ പോയ പോലെ തന്നെ ലോങ്ങിന്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാന്ത്രിക വിദ്യകളും ലിനിന്റെ ആ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ചിന്നും ലോങ്ങും ഉള്ള ആ ഒരു ലോകത്തേക്ക് എത്താണ് ലിന്ന്. ലോങ് എന്ന് വെച്ചാൽ ഇപ്പോൾ പാമ്പിൻ്റെ രൂപത്തിൽ തന്നെ ആയിരുന്നു ഉള്ളത്. അവൾ ഭയങ്കരമായിട്ട് കോപിച്ച് നിൽക്കുന്ന ടൈമാണ്. ആ ടൈമിൽ ചിന്ന അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്വന്തം അനിയത്തിയാണെന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ചിന്നിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. ആ ഒരു അടിയിൽ തന്നെ ചിൻ ഫ്ലാറ്റ്. അവൾ അങ്ങനെ തല കറങ്ങി അവിടെ വീടാണ്. അവളുടെ വായനൊക്കെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ലിൻ വന്നത് നന്നായി എന്ന് വിചാരിച്ചിട്ട് ലിന്ന് ലോങ്ങിനെ കുറേ അവളുടെ മൈൻഡ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലോങ് ആണെന്ന് വെച്ചാൽ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു അവളുടെ സ്വയം മൈൻഡിലേക്ക് എത്തുന്നില്ല. ഒരു ബബിളിൻ്റെ ഉള്ളിൽ ലിങ്ങിനെ ആക്കിക്കൊണ്ട് ലോങ് ആണെന്ന് വെച്ചാൽ അവൻ ഇറുക്കി കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോങ് ആ ടൈം ഞാൻ നിന്റെ ഭർത്താവാന്ന് കുറെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ലോങ് കേൾക്കുന്നേ ഇല്ല. അവസാനം ലിന് മരിക്കാനായി. അവൻ ആ ടൈമിൽ പറയുന്നുണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂന്ന്. അങ്ങനെ ലിൻ അവിടെ മരിച്ചു വീഴാണ്. ലിന്നിനെ കൊന്നതോടുകൂടി ലോങ്ങിന്റെ ബോധം തിരിച്ചു വരാണ്. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ യഥാർത്ഥ ലോകത്തിലേക്ക് വന്നേക്കാണ്. ചിന്നിന് ബോധമില്ലാണ്ട് അവൾ അവിടെ തളർന്നു കിടക്കാണ്. ലോങ് ആ ടൈം എണീക്കുന്ന സമയത്ത് തന്നെ ഭർത്താവ് മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവൾ എന്ത് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ലിന്ന് മരിച്ചതെന്ന് അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവിനെ ലിന്നിന് കൊടുത്തോണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി നോക്കുന്നുണ്ട്. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചിന്നാണെന്ന് വെച്ചാൽ അതിന് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അഥവാ ഇപ്പൊ ലോങ്ങിന്റെ ആത്മാവിനെ ലിന്നിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോങ് അവിടെ മരണപ്പെടാണ് ചെയ്യുക. അങ്ങനെ ചെയ്യേണ്ടെന്നാണ് ചിൻ പറയുന്നത്. എന്നിട്ട് ചിൻ പറയാണ് ഒരു മെർഫ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ദ്വീപുണ്ട് ഒരു കടലിന്റെ നടുഭാഗം. അവിടെ ഉള്ളത് മത്സ്യകന്യകമാരും അങ്ങനെ മീനിന്റെ രൂപത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉള്ള. അവിടെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മുത്തുണ്ട്. ആ ഒരു മുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച ആൾക്കാർക്ക് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പറയാണ്. അതിനെക്കുറിച്ചുള്ള അറിവ് ലോങ്ങിന് ഉണ്ടായിരുന്നില്ല. ചിന്നാണെന്ന് വെച്ചാൽ ഏതോ ടൈം എന്തോ യാത്രക്ക് പോയപ്പോഴാണ് ഈ ഒരു കല്ലിനെ കുറിച്ച് അറിഞ്ഞതെന്നും അവൾ പറയുന്നുണ്ട്. ലോങ് ആണെന്ന് വെച്ചാൽ അത് തന്നെ ട്രൈ ചെയ്യുക. ആ ഒരു മെർഫ്ലോക്ക് ദ്വീപിൽ പോയിട്ട് ആ ഒരു മുത്ത് എടുത്തുകൊണ്ട് വരാൻ തന്നെ തീരുമാനിക്കണം. അങ്ങനെ ലോങ് ഇപ്പൊ കടലിന്റെ നടുക്കിലെത്തിയേക്കാണ്. പക്ഷെ അവൾ ഒരുപാട് നീന്തിയോണ്ട് തന്നെ കടലിന്റെ നടുഭാഗത്ത് വെച്ചിട്ട് അവളുടെ ബോധം അങ്ങനെ പോകാണ്. ഈ ടൈമിൽ ആ ദ്വീപിലാണെന്ന് വെച്ചാൽ ഒരു മത്സ്യകന്യകൻ ഈ ലോങ്ങിനെ കാണാൻ ഇടവരും. അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ആ മത്സ്യകന്യകൻ എന്ന് വെച്ചാൽ ലോങ്ങിനെ രക്ഷിച്ചുകൊണ്ട് അവന്റെ ദ്വീപിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ലോങ്ങിന് ഇപ്പൊ പകുതി ബോധം ഉള്ളെങ്കിലും അവള് മെർഫ്ലോക്ക് ദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ആ ഒരു മത്സ്യകന്യകന്റെ പേരായിരുന്നു ചാൻസിങ്. ആദ്യം ചിൻ സ്വീകരിച്ചിരുന്ന ഒരു ആണിന്റെ രൂപം ഉണ്ടായിരുന്നില്ല. ആ രൂപം കറക്റ്റ് ചാൻസിങ്ങിന്റെ ആയിരുന്നു. ചാൻസിങ്ങിനെ കണ്ടിട്ട് ഇഷ്ടമായപ്പോഴാണ് ചിന്ന് അവന്റെ രൂപം സ്വീകരിച്ചത്. ചാൻസിങ്ങിന്റെ മുടിയാണെന്ന് വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് നരച്ചിരിക്കുകയാണ്. അവൻ വയസ്സായ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ബോധം വന്ന ലോങ് ആണെന്ന് വെച്ചാൽ എവിടെ ആ സ്ഥലം എന്ന് ചാങ്ചിങ്ങിനോട് ചോദിക്കുന്നുണ്ട്. അവനപ്പോൾ മെർഫ്ലോക്ക് ദ്വീപ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷവതിയായ ലോങ് ആണെന്ന് വെച്ചാൽ ചാങ്ചിങ്ങിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആണോ എനിക്കെന്നാ ഇവിടെ നിന്ന് ഒരു കാര്യം കൊണ്ടുപോകാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ടൈമോടെ തന്നെ ചാങ്ചിങ്ങിനാണെന്ന് വെച്ചാൽ നമ്മുടെ ലോങ്ങിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയേക്കാണ്. അവനും ലോങ്ങിന്റെ കൈ ഇങ്ങനെ വേറൊരു അർത്ഥത്തിൽ പിടിക്കുമ്പോൾ ലോങ് വേഗം അവളുടെ കൈ അവന്റെ കയ്യിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവിടെ കുറെ ദുഷ്ടശക്തികൾ വരുന്നത്. ആ ഒരു ദുഷ്ടശക്തികൾ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചാങ്ചിങ്ങിനെ കൊല്ലാനായിരുന്നു. ഇത് കണ്ട ലോങ് ആണെന്ന് വെച്ചാൽ അവളുടെ മന്ത്രശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ദുഷ്ടശക്തികളെ കീഴടക്കാണ്. ഇത് കണ്ടതോടുകൂടി ചിങ് ചാങ് ഫ്ലാറ്റ്. അവനക്കെന്ന് വെച്ചാൽ അവളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നാണ്. ലോങ്ങിനെ ഭയങ്കര ഇഷ്ടത്തോടുകൂടി നോക്കി നിൽക്കുന്ന ചാങ്ചിങ്ങിന്റെ മുടിയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കറുപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മുടി അങ്ങനെ ഫുള്ളായിട്ട് കറുപ്പായി മാറാണ്. ഇത് കണ്ട ലോങ് നിങ്ങളെ മുടി ഇപ്പൊ അങ്ങനെ കറുപ്പായി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അത് ഈ ദ്വീപിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് നിനക്ക് വഴിയെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് നീ വന്ന കാര്യം എന്താന്ന് ലോങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ലോങ് പറയാണ് ഇവിടെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മുത്തില്ലേ അതെടുക്കാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നതെന്ന്. ആ ഒരു മുത്തെന്ന് കേട്ടപ്പോൾ
തന്നെ ചാൻസിങ് ഒന്ന് നെട്ടുന്നുണ്ട്. പക്ഷേ അവനക്ക് അവളോട് ഒരു പ്രത്യേക ഇഷ്ടം വന്നുകൊണ്ട് തന്നെ അവൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോകുന്നുണ്ട്. അവൻ്റെ ബ്രദറാണ് ഇപ്പോൾ ആ ഒരു ദ്വീപിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവിടുത്തെ ഹെഡ് ആയിരുന്നു അവൻ്റെ ബ്രദർ. അവനോട് ചോദിച്ചിട്ട് എന്തായാലും നമുക്ക് നടത്താന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അങ്ങനെ ആ ഒരു ദ്വീപിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴാണ് സീസു എന്ന് പറഞ്ഞാൽ ചാങ്ചിങ്ങിൻ്റെ കളിക്കൂട്ടുകാരിയെ കാണുന്നത്. ഈ സീസുവിനാണെന്ന് വെച്ചാൽ ചാങ്ചിങ്ങിനോട് ചെറുപ്പം മുതലേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവളുടെ മുടി ഇപ്പം നരച്ചിരിക്കാനാണ്. ചാങ്ചിങ്ങിൻ്റെ മുടി ബ്ലാക്ക് ആയത് കണ്ടിട്ട് സീസു എന്ന് വെച്ചാൽ അത്ഭുതത്തോടുകൂടി നിന്റെ മുടി എന്താ ഇപ്പോൾ ബ്ലാക്ക് ആയിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ തന്നെ നോക്കുന്നത് ലോങ്ങിനെയാണ്. ലോങ്ങിനെ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സീസു നോക്കുന്നത്. അതൊക്കെ പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് സീസുവിൻ്റെ അടുത്ത് നിന്ന് ചാൻസിങ് ആണെന്ന് വെച്ചാൽ അവൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവൻ്റെ ബ്രദറിനെ അവനെ കാണാൻ ഇപ്പോൾ ഒരുപോലെ തന്നെ ആയിരുന്നു. അവർ ട്വിൻസ് ആണെന്നും ഇതിനിടയിൽ പറയുന്നുണ്ട്. ചാൻസിങ് ലോങ്ങിന് അവൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടാണ് ബ്രദറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അവളുടെ ആവശ്യം എന്താണെന്ന് ഇപ്പം ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദുഷ്ടശക്തികൾ വന്നപ്പോൾ അവളാണ് തൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് മാത്രമാണ് ബ്രദറിനോട് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ദുഷ്ടശക്തികൾക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രദറും ഈ ഒരു ദ്വീപാണെന്ന് വെച്ചാൽ വലിയ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അവിടെ ഒരു വേലി കെട്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു ദുഷ്ടശക്തികൾ കിടക്കാണ്ടിരിക്കാൻ വേണ്ടി ആ വേലി തകർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലോങ്ങിനെ അവിടെ നിർത്തിക്കൊണ്ട് ചാങ്ചിങ്ങും അവൻ്റെ ബ്രദറും കൂടി ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു മന്ത്രത്തിനൊന്നും തകരാറൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവാണ് ദുഷ്ടശക്തി അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ചാങ്ചിങ്ങിന്റെ ജീവൻ ലോങ് രക്ഷിച്ചുകൊണ്ട് തന്നെ അവൾക്ക് വലിയൊരു ട്രീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ദ്വീപ്. ആ ഒരു പാർട്ടിയിൽ മുഖ്യമായിട്ടുണ്ടായിരുന്നത് സീസുല്ലേ, അവളുടെ അമ്മയുണ്ടായിരുന്നു, അവളും ഉണ്ടായിരുന്നു, പിന്നെ ചാങ്ചിങ്ങും ലോങ് ചാങ്ചിങ്ങിന്റെ ബ്രദറും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വേദി വെച്ച് തന്നെ ലോങ് അവളുടെ ആവശ്യം എന്താണെന്ന് ബ്രദറിനോട് പറയാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പക്ഷേ കുറെ സാഹചര്യങ്ങൾ ഇടയിൽ കയറി വന്നതുകൊണ്ട് തന്നെ അവൾക്ക് അത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താവശ്യമായാലും നീ ഇപ്പൊ 2-3 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതിയെന്ന് അവന്റെ ബ്രദറും പറയാണ്. സീസുവിന് ഇതൊന്നും കണ്ടിട്ട് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. അവള് ലോങ്ങിനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെയായിരുന്നു നോക്കിയിരുന്നത്. ഈ ഒരു ചർച്ചയ്ക്കിടയിൽ ദുഷ്ടശക്തികളെ കുറിച്ച്, അതായത് മൃഗങ്ങൾ മനുഷ്യരുടെ രൂപം സ്വീകരിക്കില്ല അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് ആ ഒരു വേദിയിൽ പറയാനായിട്ട് വരെയും അവന്റെ ബ്രദർ എന്ന് വെച്ചാൽ അപ്പൊ ഭയങ്കരമായിട്ട് റേസ് ചെയ്യുന്നുണ്ട്. മൃഗങ്ങൾ മനുഷ്യരൂപമാവുന്ന ആ ഒരു സംഭവത്തിനോടൊക്കെ ഈ ഒരു ബ്രദറിന് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്തോ അവർക്ക് മുന്നേ നടന്ന എന്തോ ഒരു സംഭവമാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് അവളൊരു നാഗകന്യകയാണെന്നുള്ള കാര്യം അവരോട് തുറന്ന് പറയുന്നുണ്ടായിരുന്നു. ലോങ്ങിന്റെ ഭർത്താവായ അല്ലെങ്കിൽ മാസ്റ്റർ പിടിച്ച ആ ഒരു ഫോക്സ് ഇല്ലേ, കാലങ്ങൾക്ക് മുന്നേ ഈ ദ്വീപിൽ വരെ അവിടുത്തെ മനുഷ്യന്മാരുടെ രക്തമൊക്കെ കഴുത്തിൽ നിന്ന് ഊറ്റി കുടിച്ച കാര്യമൊക്കെ ആ ഒരു ബ്രദർ ആ സദസ്സിൽ നിന്നുകൊണ്ട് ഓർക്കുന്നുണ്ട്. അങ്ങനെ ലോങ്ങിന് തന്റെ ആവശ്യം എന്തെന്ന് പറയാൻ പറ്റാതെ തന്നെ ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ഡിന്നർ അവിടെ കഴിയാണ്. ഫ്ലിന്നിന്റെ മാസ്റ്റർ കൊണ്ടുപോയ ആ ഒരു കുറുക്കനാണെന്ന് വെച്ചാൽ ഇപ്പൊ മാന്ത്രിക ചരടോട്ട് കെട്ടിട്ടേക്കാണ്. അവനാണെന്ന് വെച്ചാൽ അവനക്ക് എങ്ങനെയും പുറത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവനക്ക് ലൈഫിൽ നടന്ന ഒരു ട്രാജഡി എന്ന് വെച്ചാൽ ഈ ഒരു മാസ്റ്ററോട് അവൻ തുറന്ന് പറയുന്നുണ്ടായിരുന്നേ, ഇവനക്കൊരു കാമുകി ഉണ്ടായിരുന്നെന്നും ആ കാമുകിയുടെ ജീവനെ ആപത്തായപ്പോ ആ ഒരു മുത്തന്വേഷിച്ച് അവൻ ആ ഒരു ദ്വീപിലേക്ക് പോയായിരുന്നു. അപ്പൊ സീസുവിന്റെ അമ്മ എന്ന് വെച്ചാൽ ഇവനക്കൊരു വൈനിൽ എന്തോ കലക്കി കൊടുത്തോണ്ട് തന്നെ ഇവൻ ഒരു നരഭോജിയായി മാറാണ് ചെയ്തത്. അതായത് മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ആരുടെ രക്തം കണ്ടാലും ഇവനക്ക് അപ്പം കുടിക്കണമായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ദ്വീപിൽ നടന്ന ട്രാജഡി ഉണ്ടായത്. അവിടുത്തെ ആൾക്കാരുടെ കുരക്കി നിന്ന് രക്തമൊക്കെ കുടിച്ചിരുന്നില്ലേ, അതിന്റെ പിന്നിലൊക്കെ ഈ സൂസുവിന്റെ അമ്മയായിരുന്നു. സൂസുവിന്റെ അമ്മ എന്തോ ഒന്ന് കലക്കി കൊടുത്തോണ്ടാണ് ഈ ഒരു കുറുക്കന് അങ്ങനെ ആയിട്ട് മാറിയത്. ഈ ഒരു മാസ്റ്ററോട് തുറന്ന് പറയുമ്പോൾ മാസ്റ്റർ കണ്ടെന്ന് വെച്ചാൽ ഈ കുറുക്കനോട് പാവം പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് അവളുടെ കൈ മുറിച്ചിട്ട് കുറച്ച് ചോര ആ ഒരു കുറുക്കന് കുടിക്കാനായിട്ട് കൊടുക്കുന്നത്. ചാൻസിങ് ഇപ്പൊ കടലിന്റെ നടുക്ക് ലോങ്ങിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവിടേക്ക് സീസ് വരുന്നത്. അവളുടെ മുടി ഇപ്പോൾ ബ്ലാക്ക് ആയിരുന്നു. അത് ചാൻസിങ്ങിന് വേണ്ടി ബ്ലാക്ക് ആക്കിയതാണെന്നും ചാൻസിങ്ങിനോട് അവൾക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും സീസു പറയുന്നുണ്ട്. പക്ഷെ ചാൻസിങ് ആണെന്ന് വെച്ചാൽ അവനക്ക് ലോങ്ങിനോടാണ് ഇഷ്ടം, എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നും സീസുവിനോട് തുറന്നടിച്ച് പറയാണ്. ഇപ്പൊ ലോങ്ങിനോട് കൂടുതൽ ദേഷ്യമാണ്. ഇന്ന് വന്ന ഒരു പെണ്ണിനോട് നിങ്ങൾക്ക് എന്താ ഇത്ര സ്നേഹം, നമ്മൾ ചെറുപ്പം മുതലേ ഒന്നിച്ചേർന്നില്ല, എന്നിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ഒരു മുടി കറുപ്പിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചാൻസിങ്ങിന്റെ ബ്രദർ എന്ന് വെച്ചാൽ ഇപ്പൊ ലോങ്ങിനെ വിളിച്ച് സംസാരിക്കുകയാണ്. ഈ ഒരു ദ്വീപിൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഉള്ളത്. ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ ഒരു കുട്ടിയുടെ ജെൻഡർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂല. വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ മുടി കറുക്കത്തുള്ളൂ. അപ്പോഴാണ് അവരുടെ ജെൻഡർ ശരിക്കും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒരാൾക്ക് വേണ്ടി മാത്രമേ ഈ ദ്വീപിലെ ആൾക്കാർക്ക് മുടി കറുപ്പിക്കാൻ പറ്റുള്ളൂ. ചാങ്ചിങ് ഇപ്പൊ നിനക്ക് വേണ്ടിയിട്ടാണ് മുടി കറുപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നീ ചാങ്ചിങ്ങിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ബ്രദർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കില്ല എന്നും എനിക്ക് ഓൾറെഡി ഒരു ഭർത്താവ് ഉണ്ടെന്നും ഞാൻ ഒരു ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു മുത്തന്വേഷിച്ച് വന്നതാണ് ഇവിടെ ലോങ് ഓപ്പൺ ആയിട്ട് ആ ബ്രദറിനോട് പറയുന്നുണ്ട്. മുത്തന്വേഷിച്ചാണ് വന്നതെന്ന് പറഞ്ഞത് കേട്ടതും ബ്രദർ അപ്പൊ തന്നെ നെട്ടിത്തെറിച്ച് നിൽക്കാണ്. ഈ ടൈമിലാണ് അവിടേക്ക് ചാങ്ചിങ് വരുന്നത്. ചാങ്ചിങ് കേട്ട് കഴിഞ്ഞിരുന്നു ലോങ്ങിന് ഓൾറെഡി ഹസ്ബൻഡ് ഉണ്ട് എന്നുള്ള കാര്യം. ചാങ്ചിങ് അപ്പൊ ലോങ്ങിനോട് പറയാണ്, നിനക്ക് ആ ഒരു മുത്ത് ഞാൻ നിനക്ക് തരാം, പക്ഷേ നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചതിന് ശേഷം ഇവിടെ വന്ന് നീ എൻ്റെ ഒപ്പം തന്നെ ജീവിക്കണം എന്ന് പറയാം. ചാങ്ചിങ് എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ പക്കലാണ് ഇപ്പൊ ആ ഒരു മുത്തുള്ളത്. ഇവന്റെ ജീവൻ രക്ഷിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ഇവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആ ഒരു മുത്ത്. അതുകൊണ്ട് തന്നെയാണ് ബ്രദർ അത് ലോങ്ങിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ആ ഒരു മുത്ത് ലോങ്ങിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാൻസിങ്ങിന്റെ ജീവന് ആപത്താണ്. പക്ഷെ ലോങ് ഇതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭർത്താവിനിട്ട് വരാൻ എനിക്ക് പറ്റില്ല, ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് തന്നെ ചെയ്യുള്ളൂ, നിങ്ങൾ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ ഒരു മുത്ത് തന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചോളാന്ന് പറഞ്ഞിട്ട് ലോങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേട്ടതും ചാങ്ചിങ്ങിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. ലോങ് അങ്ങനെ ആ ദ്വീപിൽ കൂടെ നടക്കുന്ന ടൈമിലാണ് അവൾക്ക് പിന്നിൽ നിന്നൊരു ആക്രമണം വരുന്നത്. നോക്കുമ്പോൾ അത് സീസു ആയിരുന്നു. സീസുവിന് ഓൾറെഡി ഇപ്പൊ ലോങ്ങിനോട് ദേഷ്യം വന്നേക്കാണല്ലോ. പക്ഷേ ലോങ് ഇപ്പൊ
നല്ല രീതിയിൽ തന്നെ സീസുവിനോട് സംസാരിച്ചിട്ട് എനിക്ക് ചാങ്ചിങ്ങിനെ ഇഷ്ടമൊന്നുമില്ല, എനിക്ക് ഓൾറെഡി ഒരു ഹസ്ബൻഡ് ഉണ്ട്, നീ ചാങ്ചിങ്ങിനെ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നത്, ചാങ്ചിങ്ങിനെ നിനക്ക് തന്നെ കിട്ടും, ഞാൻ അതിൻ്റെ ഇടയിൽ കയറില്ല എന്ന് പറയാണ്. അപ്പോൾ സീസുവിനും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. സീസുവിൻ്റെ അമ്മ അവളോട് പറയാണ് എന്തായാലും ലോങ്ങിന് അവന് ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, നീ അവൾക്ക് ആ ഒരു മുത്തെടുത്ത് കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ നിന്ന് പൊക്കോളൂല്ലോ, അപ്പോൾ നിനക്ക് ചാങ്ചിങ്ങിനെ കിട്ടുകയും ചെയ്യുമെന്ന് പറയാണ്. സീസു അത് ഒരു ബുദ്ധിയായിട്ട് തന്നെ വിചാരിക്കുകയാണ്. ഈ ടൈമിലാണെന്ന് വെച്ചാൽ ലോങ് എന്തോ അന്വേഷിച്ച് നടന്ന് ആ ഒരു ദുഷ്ടശക്തികൾ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള വേലി കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടേക്ക് എത്താണ്. അവിടെ അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് സീസുവിന്റെ അമ്മയും പിന്നെ ചാങ്ചിങ്ങിന്റെ ബ്രദറും കൂടി കുറെ ആൾക്കാരെയും കൊണ്ട് ഇവളെ തടവിലാക്കാനായിട്ട് വരുന്നത്. ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ ദുഷ്ടശക്തികളെ തുറന്നു വിടാനായിട്ടാണ് ഇപ്പോൾ ലോങ് ഇങ്ങോട്ടേക്ക് വന്നത്. ലോങ്ങിനെ ഉപദ്രവിക്കുന്ന ടൈമിൽ അവിടേക്ക് ചാങ്ചിങ് ഓടി വന്നിട്ട് അവളൊന്നും ചെയ്യരുതെന്നും അവൾ എൻ്റെ ഫ്രണ്ടാണ്, നിങ്ങൾക്ക് ആർക്കും അവളെ തൊടാനില്ല, അവകാശമില്ല എന്നും പറഞ്ഞ് ലോങ്ങിനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ആകെ തളർന്നിട്ടുള്ള ലോങ്ങാണെന്ന് വെച്ചാൽ അവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചാങ്ചിങ് അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കുറച്ച് നേരം നമ്മൾ കണ്ടിട്ടുള്ളൂ, പക്ഷെ എനിക്ക് നിന്നോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ്, ഈ ഒരു ജന്മത്തിൽ എൻ്റെ മുടി ആർക്കും വേണ്ടി ഞാൻ കറുപ്പിച്ചിട്ടില്ല, ആരോടും എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല, ആദ്യമായിട്ടാണ് നിന്നോട് ഇഷ്ടം എനിക്ക് തോന്നുന്നത്, എന്തൊക്കെയായാലും നീ എന്നെ വിട്ടു പോകരുതെന്നൊക്കെ അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് അവിടേക്ക് അവൻ്റെ ബ്രദർ വരുന്നത്. ബ്രദർ എന്നിട്ട് സംസാരിക്കുകയാണ്, നിനക്ക് അവൾ ഇത്രക്കും ഇഷ്ടമാണെങ്കിൽ ആ ഒരു മുത്ത് നീ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അവളെ ഇവിടെ നിർത്താനുള്ള വഴി ഞാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചാങ്ചിങ്ങിന് അങ്ങനൊന്നും വേണ്ട, ആ ഒരു മുത്ത് കൊടുക്കാന്നുള്ളത് ചാങ്ചിങ് പറയുന്നുണ്ട്. ബ്രദർ പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല. ആ ഒരു മുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ മുഴുവൻ ദ്വീപിനാണ് പ്രശ്നം, നിനക്ക് ഒരാൾക്ക് മാത്രമല്ല ഈ മുഴുവൻ ദ്വീപും നശിക്കുമെന്ന് ചാങ്ചിങ്ങിനോട് പറയുന്നുണ്ട്. അങ്ങനെ ബ്രദർ അവിടുന്ന് പോകുന്ന ടൈമിൽ ചാങ്ചിങ് വീണ്ടും ലോങ്ങിനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചാങ്ചിങ് ആ ഒരു മുത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ്റെ സ്വപ്നത്തിലൂടെ ലിന് കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ലിന്നിന് ഇപ്പൊ ജീവൻ വന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു കട്ടിലിൽ നിന്ന് ലിങ്ങ എണീക്കുന്നുണ്ട്. ആ ടൈം അവിടേക്ക് ലോങ് ഓടി എത്തുന്നുണ്ട്. അങ്ങനെ ലിന്നിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ ലോങ്. പക്ഷെ ശരിക്കും അത് ലിന്നായിരുന്നില്ല, ലിന്നിന്റെ ആ ഒരു വേഷത്തിൽ നിന്നുകൊണ്ട് ചിങ്ചാൻ ഇതൊക്കെ ആസ്വദിക്കായിരുന്നു. ചിങ്ചാൻ്റെ മനസ്സിലാപ്പുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നീ ഇങ്ങനെയാണല്ലേ ട്രീറ്റ് ചെയ്യാന്നുള്ളത്. തന്റെ ഭർത്താവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വിചാരിച്ച ലോങ് എന്ന് വെച്ചാൽ അവൻ ഒരുപാട് കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചാങ്ചിങ്ങിന് ഒരു ആഗ്രഹം വരാണ് അവളെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ലോങ്ങിനോട് തന്റെ ഭർത്താവിന്റെ രൂപത്തിൽ ചോദിക്കുന്ന പോലെ ചാങ്ചിങ് ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ ഒന്നും കൂടി കല്യാണം കഴിക്കണമെന്നുണ്ട്, നീ എന്നൊപ്പം വായോ നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നും കൂടി കല്യാണം കഴിക്കുകയാണ്. ഒന്നും കൂടി എന്ന് വെച്ചാൽ ആദ്യം അവൾ കല്യാണം കഴിച്ചാൽ ലിന്നിനായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉള്ളത് ലിന്റെ ശരീരത്തിൽ ചാങ്ചിങ്ങിന്റെ ആത്മാവായിരുന്നു. അങ്ങനെ ചാങ്ചിങ്ങിന്റെ ലോങ്ങിന്റെ കല്യാണം കഴിയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ലോങ്ങിന് ബോധം വരാണ്. ബോധം വന്ന് ലോങ് നോക്കുമ്പോൾ അവളെന്ന് വെച്ചാൽ ആ ഒരു ദ്വീപിൽ തന്നെയാണ് ഉള്ളത്. അവളുടെ അടുത്താണെങ്കിൽ ചാങ്ചിങ് ഉണ്ടായിരുന്നു. ചാങ്ചിങ്ങിന്റെ കയ്യിലാണെന്ന് വെച്ചാൽ ആ ഒരു മുത്തുണ്ടായിരുന്നു. പക്ഷെ ലോങ് ആ ഒരു മുത്തൊന്നും എടുക്കാതെ അവനെ ക്രോസ് ചെയ്ത് പോകണ കണ്ടിട്ട് ചാങ്ചിങ്, നീ എന്താ ഈ ഒരു മുത്തെടുക്കാത്ത, നിനക്കിപ്പോൾ ഇത് വേണമെങ്കിൽ കട്ടിട്ട് പോവായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അവളപ്പോൾ നീ മനസ്സറിഞ്ഞ് തരുന്നതാണ് എനിക്ക് ഇഷ്ടമല്ലാതെ കട്ടെടുത്തോണ്ട് പോയി എൻ്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ചാങ്ചിങ് എന്ന് വെച്ചാൽ ആ ഒരു മുത്ത് ലോങ്ങിന് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു മുത്ത് തിരിച്ചു കൊണ്ടുവരണം. നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണെന്ന് വെച്ചാൽ ദുഷ്ടശക്തികൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വേലി ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജകൾ നടക്കുകയാണ്. ആ ഒരു പൂജക്കാണെന്ന് വെച്ചാൽ ഈ ഒരു മുത്ത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചിട്ട് ഇവിടെ കൊണ്ടുതരണം എന്ന് പറയാം. ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു മുത്തും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി പോകുന്നുണ്ട്. തിരിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു മുത്ത് കൊണ്ടുപോയപ്പോൾ തന്നെ ചാങ്ചിങ്ങിന് ആകെ വയ്യാണ്ടാവുന്നുണ്ട്. കാരണം ആ ഒരു മുത്തിന്റെ ബലത്തിലാണല്ലോ അവൻ ജീവിച്ചിരുന്നത്. അവന്റെ വായിന്ന് ചോരൊക്കെ വരുന്നുണ്ട്. ആ ടൈമിൽ സൂസു ഓടി വന്നിട്ട് ചാങ്ചിങ്ങിനെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. വയ്യാത്തതുകൊണ്ട് ഓരോ മരുന്നുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സൂസുവിന്റെ അമ്മക്ക് മനസ്സിലാവാണ് ആ ഒരു പവിത്രമായിട്ടുള്ള മുത്ത് ചാങ്ചിങ്ങിന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ടൈം തന്നെയാണ് ബെസ്റ്റ് ടൈം. വേഗം തന്നെ ആ ഒരു ദ്വീപിന്റെ ഭരണങ്ങളെല്ലാം അവളുടെ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് അവൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സൂസുവിന്റെ കയ്യിൽ ഒരു മരുന്ന് കൊടുത്തിട്ട് ഈ മരുന്ന് ചാങ്ചിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ അവന്റെ രോഗമൊക്കെ ഭേദമാവുന്ന അമ്മ പറയാണ്. അമ്മ പറഞ്ഞതും വിശ്വസിച്ചുകൊണ്ട് തന്നെ സൂസു ആ ഒരു മരുന്ന് ചാങ്ചിങ്ങിന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത് കുടിക്കുമ്പോൾ തന്നെ അവനക്ക് ആകെ വയ്യാണ്ടാവുന്നുണ്ട്. മൊത്തം കൊണ്ടെല്ലാം അങ്ങ് തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്. എന്നിട്ട് ലിങ്ങിന്റെ ജീവൻ അവൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ലിങ് ജീവിതത്തിലേക്ക് വന്ന പാടെ തന്നെ ലോങ് കരഞ്ഞുകൊണ്ട്, ഞാൻ കാരണം ഇത് സംഭവിച്ചത്, മനുഷ്യന് വേറെ വഴി, ഞങ്ങൾക്ക് വേറെ വഴിയാണ്, നിന്റെ മാസ്റ്റർ പറഞ്ഞ് ശരിയാന്നൊക്കെ ലിങ്ങിനോട് പറയുന്നുണ്ടെങ്കിലും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ ലോങ് അങ്ങനെ സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചാങ്ചിങ്ങിന്റെ അടുത്ത് കാണുന്ന വെച്ചാൽ അവന്റെ ബ്രദർ വന്നിട്ട് അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. കാരണം അവൻ അറിയാണ് ലോങ്ങിന് ആ ഒരു മുത്ത് ചാങ്ചിങ് കൊടുത്തു എന്നുള്ള കാര്യം. ഇനി അടുത്ത ദിവസത്തെ പൂജയ്ക്ക് എന്ത് ചെയ്യുന്നു, ആകെ ഈ ഒരു ദ്വീപ് തന്നെ പ്രയാസത്തിൽ പെടുന്നൊക്കെ ചാങ്ചിങ്ങിനോട് പറയുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര വിശ്വാസത്തോടുകൂടി ലോങ് എന്തായാലും അത് തിരിച്ചു കൊണ്ടുതരുമെന്ന് പറയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ദുഷ്ടശക്തികൾ ആ ഒരു ദ്വീപിൽ വന്നിട്ടുണ്ടെന്നും അവരോട് പോരാടാനായിട്ട് ബ്രദറിന് പോകണമെന്ന് പറയുന്നത്. ചിങ്ചാൻ ആ ടൈമിൽ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്, ബ്രദറിന്റെ ഒപ്പം ആ ഒരു ദുഷ്ടശക്തികളെ നേരിടാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ദുഷ്ടശക്തികളെ നേരിടുന്നതിന്റെ ഇടയിലാണ് ചെയ്യുന്നത് ആ സൂസുവിന്റെ അമ്മയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. സൂസുവിന്റെ അമ്മയായിരുന്നു ഈ ഒരു ദുഷ്ടശക്തികളൊക്കെ ഇപ്പൊ അഴിച്ചു വിട്ടേക്കുന്നത്. ചാങ്ചിങ്ങിന് വയ്യാത്തതുകൊണ്ട് തന്നെ അവനെ വേഗം തന്നെ ആ ഒരു ദുഷ്ടശക്തികളെ അടിച്ചിടുന്നുണ്ട്. പക്ഷെ ചാങ്ചിങ്ങിന്റെ ബ്രദറിന്റെ ആത്മാവിലേക്ക് സൂസുവിന്റെ അമ്മ വേറൊരു ആത്മാവിനെ, ദുഷ്ടശക്തികളുടെ ആത്മാവിനെ കിടത്തി വിടാണ്. ഇനി ഈ ഒരു ദ്വീപിലുള്ള എല്ലാ ഭരണവും അവളുടെ കയ്യിലാവുന്ന അവൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ലോങ്ങിൽ നിന്നും കൂടി അവരുടെ ആശുപത്രിയിൽ ഭയങ്കര സന്തോഷമായിട്ട് സമാധാനത്തോടുകൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അവിടേക്ക് ഒരാൾ ഓടി വന്നിട്ട് അവരുടെ വീട്ടിൽ എന്തോ വലിയ പാമ്പിനെ കണ്ടു, അതൊരു ദുഷ്ടശക്തിയാണെന്നാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് അയാൾ കരഞ്ഞുകൊണ്ടിരിക്കും.
ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ കരയുന്നത് കണ്ടത് അത് യാഥാർത്ഥ്യമാണെന്ന് ലോങ്ങിന് തോന്നുന്നില്ല. അവൾ ചെന്നിട്ട് ലിന്നിനോട് പറയുന്നുണ്ട് അയാൾ എന്തോ അഭിനയിക്കാന്ന് തോന്നുന്നുണ്ട്, അയാൾ കണ്ണിലേക്ക് നോക്കിയിട്ട് എനിക്ക് പാമ്പിനെ കണ്ടതായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ലിന്നും ലോങ് കൂടി അവിടേക്ക് പോകുന്നുണ്ട്. ഇയാൾ ഭയങ്കര പേടിയോടുകൂടി തന്നെയാണ് ആ ഒരു വീട്ടിലേക്ക് കിടക്കുന്നതെങ്കിലും അവിടെ ഉണ്ടായിരുന്ന അയാളുടെ മക്കൾ എന്ന് വെച്ചാൽ അച്ഛന് ഭ്രാന്ത്, അവിടെ പാമ്പൊന്നുമില്ല, അച്ഛൻ മാത്രമേ ഈ ഒരു പാമ്പിനെ കാണുന്നുള്ളൂ, ഞങ്ങളും കാണുന്നില്ല എന്നൊക്കെ പറയാണ്. പക്ഷെ ആ ഒരാളെന്ന് വെച്ചാൽ കുട്ടികളെ ചവിട്ടി പുറത്താക്കാണ്. കുട്ടികളപ്പം ഇപ്പൊ പിടിക്കും, ഇല്ലാത്ത പാമ്പിനെ എവിടെ പിടിക്കാനാ എന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ലിങ്ങിനും ലോങ്ങിനൊക്കെ മനസ്സിലാവാണ് ഇയാളെന്തോ കള്ളത്തരം കാണിക്കുന്നതാണ് എന്നുള്ള കാര്യം. അയാൾ പറയാണ് നിങ്ങൾ ഈ ഒരു പാമ്പിനെ പിടിച്ചു തരാണെങ്കിൽ 3 ഇരട്ടി ഞാൻ പൈസ തരാന്ന് പറയാണ്. അത് കേട്ടതോടുകൂടി ലിങ്ങും ലോങ്ങും കൂടി ഭയങ്കര പ്ലാനിങ് ഒക്കെ തുടങ്ങാണ്. നമ്മളുടെ ക്ലിനിക്കിന്റെ മേൽക്കൂര ഒന്ന് പൊളിച്ചു പണിയണം, അതുപോലെ തന്നെ കുറേ പണികളുണ്ട്, 3 ഇരട്ടി പൈസ കിട്ടിയാൽ അതൊക്കെ ചെയ്യാന്ന് ലിങ്ങും ലോങ്ങും കൂടി വിചാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പാമ്പിനെ, അതായത് ഇല്ലാത്ത പാമ്പിനെ പിടിക്കാൻ വേണ്ടി അവർ തുനിഞ്ഞിറങ്ങിയേക്കാണ്. അയാളെന്ന് വെച്ചാൽ ലിങ്ങിന്റെ ബാക്കിക്ക് ചൂണ്ടിക്കാണിച്ചും ലോങ്ങിന്റെ ബാക്കിക്ക് ചൂണ്ടിക്കാണിച്ചും ദേ അവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു കുറുക്കനെന്ന് വെച്ചാൽ മാസ്റ്ററെ വലയെ വീഴ്ത്തിയേക്കാണ്. അവന്റെ ട്രാജഡി കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മാസ്റ്റർക്ക് അവനോട് ഭയങ്കര അലിവ് തോന്നിയേക്കാണ്. അവനക്ക് തിന്നാനായിട്ട് ഒരുപാട് മീറ്റും അവൻ ആഗ്രഹിക്കുന്നതെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മാസ്റ്ററിനെ സോപ്പിട്ടുണ്ട്, നീ ഒരു നല്ല പെണ്ണാ, നിന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കുറുക്കൻ എന്ന് വെച്ചാൽ ഈ മാസ്റ്ററിനെ കിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുന്ന ടൈമിൽ മാസ്റ്ററും അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു കുറുക്കൻ ഈ മാസ്റ്ററെ എളുക്കിയിട്ടൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ മാന്ത്രിക ചരടുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ലിങ്ങും ലോങ്ങും കൂടി എത്ര നോക്കിയിട്ടാണെന്ന് വെച്ചാലും ആ ഒരാളുടെ വീട്ടിൽ പാമ്പിനെ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പാമ്പിനെ കണ്ടെത്താതെ അവർ തിരിച്ച് അവരുടെ ക്ലിനിക്കിലേക്ക് പോകാണ്. അങ്ങനെ ആ ക്ലിനിക്കിൽ ഇരിക്കുന്ന ടൈമിലാണ് വേറൊരാൾ ഓടി വന്നിട്ട് പറയാണ് അയാളുടെ വീട്ടിലും പാമ്പ് കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷെ നേരത്തെ മറ്റേ ഒരാൾ പറ്റിച്ചതാണെന്നുള്ള തോന്നലുകൊണ്ട് തന്നെ അയാളോട് പറയാണ് അത് നിങ്ങളെ വെറും തോന്നലാണ്, അവിടെ പാമ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് ലിങ് അയാളെ തിരിച്ചയക്കാണ്. ലിങ്ങും ലോങ്ങും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോങ് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും വന്നത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല പേടി തോന്നിയിരുന്നു. ശരിക്കും അവർ പാമ്പിനെ കണ്ടിട്ട് ഇത് അവരുടെ വെറും തോന്നലാണോ, ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും എന്ന് അവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ടൈമാണെന്ന് വെച്ചാൽ ആദ്യം പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ ആ ഒരാളില്ലേ, ആളുടെ വീട്ടില് മുഖംമൂടിയൊക്കെ ധരിച്ചുകൊണ്ട് ഒരു മാന്ത്രികൻ വന്നിട്ട് ആ ഒരു പാമ്പിനെ പിടിക്കുന്നുണ്ട്. ലിന്നിന് ശരിക്കും ആ ഒരു പാമ്പിനെ കാണാത്ത തന്നെയായിരുന്നു, ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പാമ്പായിരുന്നു അത്. അതിനെ പിടിച്ചുകൊണ്ട് ആ ഒരു മാന്ത്രികൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു മാന്ത്രികനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ വേറെ വീട്ടുകളിലൊക്കെ പാമ്പ് വന്നേക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു മാന്ത്രികനെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് അവരുടെ വീട്ടിലത്തെ പാമ്പിനെയും ഈ മാന്ത്രികനെ കൊണ്ട് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ശരിക്കും ഈ മാന്ത്രികൻ ആരായിരുന്നു എന്നുള്ളത്. ചാങ്ചിങ്ങിന്റെ ആ ഒരു ബ്രദർ ഉണ്ടായിരുന്നില്ലേ, അവനായിരുന്നു അത്. ചാങ്ചിങ്ങിന്റെ ബ്രദറിന്റെ മേത്ത് ഇപ്പാണെന്ന് വെച്ചാൽ ആ ഒരു ദുഷ്ടശക്തി കയറിയേക്കാണല്ലോ. സീസുവിന്റെ അമ്മയുടെ മേത്തുണ്ടായിരുന്ന ആത്മാവ് ഇപ്പൊ ആ ഒരു ദുഷ്ടശക്തി ഇപ്പൊ ചാങ്ചിങ്ങിന്റെ ബ്രദറിന്റെ മേത്ത് കയറിയേക്കാണ്. ആ ഒരു ബ്രദറാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തങ്ങളുടെ വീട്ടിൽ നിന്ന് പാമ്പിനെ പിടിച്ച സന്തോഷത്തിലാണെന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടി ചാങ്ചിങ്ങിന്റെ ബ്രദറിന് കുറെ സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ചാങ്ചിങ്ങിന്റെ ബ്രദർ പറയാണ് എനിക്ക് സമ്മാനങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഒരു കാര്യം മാത്രമേ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ ഓരോരുത്തരും എന്നോട് സഹായം ചോദിച്ചപ്പോൾ അവന് അതിനൊന്നും സമ്മതിച്ചില്ലല്ലോ, നിങ്ങളുടെ തോന്നലാന്നാ അവർ പറഞ്ഞത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ വീട്ടിൽ തന്നെ ശരിക്കും ഒരു പാമ്പാണുള്ളത്. ആ ഒരു പാമ്പിനെ കൊണ്ട് അവന്റെ വീട്ടിൽ മാത്രം ഒരു ഉപദ്രവം ഉണ്ടാവില്ല, പക്ഷെ പുറത്തൊക്കെ നല്ല ഉപദ്രവമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വേണം അവന്റെ ഭാര്യയായിട്ടുള്ള ആ ഒരു നാഗകന്യകനെ നശിപ്പിക്കാൻ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴാണ് നാട്ടുകാർക്കും ബോധം വരുന്നത് അവന്റെ വൈഫ് ഒരു നാഗകന്യകയാണോ എന്ന് ഇവര് സംശയത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. ലിനിന്റെ മാസ്റ്ററിനെ തല്ലിക്കൊണ്ട് പുറത്തിറങ്ങിയ ആ ഒരു കുറുക്കനാണെന്ന് വെച്ചാൽ ഇപ്പൊ ഏതോ ഒരു ബാറിലോ എന്തോ കയറി കുടിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ ചുറ്റും 2 പെണ്ണുങ്ങളും ഇരിക്കണ്ടായിരുന്നു. അവരോട് ഭയങ്കരമായിട്ട് കിന്നരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ അവർക്ക് ചോര കുടിക്കാൻ തോന്നി. ഒരു പെണ്ണിന്റെ ചോര കുടിക്കാനായിട്ട് പോകുന്ന ടൈമിലാണ് ആ ഒരു മാസ്റ്റർ ഇവനക്ക് ചൊല്ലിക്കൊടുത്ത മന്ത്രങ്ങളൊക്കെ അവനക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ആ ഒരു മാസ്റ്റർ അവനക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കുറുക്കനെ മാസ്റ്ററിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് ആ ഒരു മാസ്റ്ററുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ വന്നു, നീ ഇപ്പൊ എവിടാന്ന് ചോദിച്ചാണ് ആ ഒരു കുറുക്കൻ ആ ഒരു മാന്ത്രിക ലോകത്തേക്ക് കടന്നു പോകുന്നത്. പക്ഷെ ആ ഒരു മാസ്റ്റർ ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മരിച്ച നിലയിൽ അല്ലെങ്കിൽ ബോധം പോയ നിലയിൽ അവിടെ മറിഞ്ഞു കിടക്കായിരുന്നേ. ഇവൻ നേരത്തെ ചവിട്ടി ആ ഒരു ചവിട്ടില്ല, ആ ചവിട്ടി വീണതായിരുന്നു ഈ ഒരു മാസ്റ്റർ. ആ കുറുക്കൻ ചെന്ന് എന്തോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ആ ഒരു മാസ്റ്ററെ ജീവൻ തിരിച്ചു കൊണ്ടിരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മാസ്റ്ററോട് ചോദിക്കുകയാണ് ഞാനൊരു ചവിട്ടിയപ്പോഴത്തേനും നീ വയ്യാണ്ടായോന്ന്. അപ്പൊ മാസ്റ്റർ പറയാണ് നീ ചവിട്ടിയുണ്ടെന്നല്ല, കുടുക്കിയിട്ടിരുന്ന ആ ഒരു മന്ത്രചരടെന്ന് വെച്ചാൽ എന്റെ ഉള്ളിലുള്ള എല്ലാ ശക്തി കൊണ്ടും ചെയ്തിട്ടതാണ്. ആ ഒരു മന്ത്രചരട് നീ പൊട്ടിച്ചോണ്ട് പോയോണ്ടാണ് എനിക്ക് വയ്യാണ്ടായതെന്നും പറയുന്നുണ്ട്. ആ ഒരു കുറുക്കനെന്ന് വെച്ചാൽ ആ മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് നിനക്ക് വേണമെങ്കിൽ എന്നെ പിടിക്കായിരുന്നു, എന്തുകൊണ്ടാണ് പിടിക്കാഞ്ഞത്, നിനക്ക് എന്നോട് ശരിക്കും ഇഷ്ടം തോന്നി തുടങ്ങിയില്ലെന്ന് ചോദിക്കുകയാണ്. അതിനുള്ള മറുപടി പറയാതിരിക്കുകയാണ് ഇപ്പൊ മാസ്റ്റർ. ആ നാട്ടുകാരാണെന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു മാന്ത്രികം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി എന്തോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലിനിന്റെ വീട്ടിൽ നിറച്ച് ഇങ്ങനത്തെ ദുഷ്ടശക്തികളാണെന്നും അവന്റെ ഭാര്യ ഒരു നാഗകന്യകയാണെന്നും പറഞ്ഞ കാര്യം. അതിന് വേണ്ടിയിട്ട് അവന്റെ ക്ലിനിക്കിൽ ജോലിക്ക് നിന്ന ആ ഒരു പെണ്ണുങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ അവർക്കൊരു കോഫി ഓർഡർ ചെയ്യുന്നുണ്ട്. ആ ഒരു കോഫി കുടിച്ച് അപ്പൊ തന്നെ അതിലെന്ന് വെച്ചാൽ ഒരു മുയല് മനുഷ്യനായ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ ചെവിടൊക്കെ കാണാൻ തുടങ്ങി, മുയലിന്റെ ചെവിയായിട്ട് വരുന്നുണ്ട്. കണ്ട നാട്ടുകാർക്ക് മനസ്സിലാവാണ് ആ ഒരു മാന്ത്രികം പറഞ്ഞത് ശരിയാണ്, ലിനിന്റെ വീട്ടിൽ നിറച്ച് ദുഷ്ടശക്തികളാണെന്നുള്ള കാര്യം. അങ്ങനെ ഈ മുയലിന്റെ ചെവി വന്ന ആ ഒരു പെണ്ണിനെ നാട്ടുകാരെല്ലാം
ഇവരെല്ലാരും കൂടി വളഞ്ഞിട്ടോണ്ട് അടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടോണ്ടിരുന്ന അവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പെണ്ണാണെന്ന് വെച്ചാൽ ഇതൊക്കെ പോയിട്ട് ലോങ്ങിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ലോങ്ങിനോട് പറയാണ് എങ്ങനെയെങ്കിലും അവളെ വന്ന് രക്ഷിക്കണം. ലോങ് അവളെ രക്ഷിക്കാനായിട്ട് പോകുന്ന ടൈമിലാണ് അവരെല്ലാരും കൂടി ഈ ഒരു മുയലിനെ കൂട്ടിലാക്കിക്കൊണ്ട് അവിടേക്ക് വരുന്നത്. എന്നിട്ട് ലിന്നിനോട് പറയാണ് നിന്റെ വൈഫ് ഒരു നാഗകന്യകയാണെന്നും പിന്നെ നിന്റെ ഇവിടെ ഉള്ള എല്ലാവരും ദുഷ്ടശക്തികളാണെന്നും ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ എന്തായാലും ഞങ്ങൾ നശിപ്പിക്കുന്നത് ആ നാട്ടുകാരെല്ലാരും കൂടി പറയുകയാണെ. ലിന്നി പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് അറിയുന്നത് അവന്റെ കൂടെ ഉള്ളവരൊക്കെ ഈ ദുഷ്ടശക്തികളായിരുന്നു എന്നുള്ള കാര്യം. ലോങ്ങാണെന്ന് വെച്ചാൽ ഈ നാട്ടുകാരിങ്ങനെ അടഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് അവളെ മന്ത്രശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടുകാരെല്ലാരെയും അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഒരു സ്വയം ബോധത്തിലല്ലാണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോവാണ്. ഈ ടൈമിൽ ലിൻ എല്ലാവരോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊക്കെ ആരാന്നും എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും ലിൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ലിന്നിനോട് അവർ പറയുന്നത് ലിൻ എപ്പോഴും ഇങ്ങനത്തെ ആ ഒരു മൃഗങ്ങൾ മനുഷ്യനായിട്ട് മാറിയ ആത്മാക്കളൊക്കെ പിടിച്ചേർന്നല്ലോ. അങ്ങനെ ലിൻ പിടിക്കുന്ന ഓരോരുത്തരെയും അവൻ വെറുതെ വിടലായിരുന്നു പതിവ്. ലിന്നിനോട് അങ്ങനെ ആരാധന മൂത്തുണ്ട്. ഇപ്പൊ പെണ്ണുങ്ങൾ എന്ന് വെച്ചാൽ ലിന്നിന് വേണ്ടി ജോലി ചെയ്യാനാണ് ഇവിടെ വന്ന് നിന്നേന്നും ലിന്നിനോട് പറയുന്നുണ്ട്. ലിന്നിന് പക്ഷെ അറിയില്ലായിരുന്നു ഇവരെല്ലാവരും മൃഗങ്ങൾ മനുഷ്യരായിട്ട് മാറിയ ഐറ്റംസ് ആയിരുന്നു എന്നുള്ള കാര്യം. ഒരാളാണെന്ന് വെച്ചാൽ തുമ്പി മനുഷ്യന്റെ രൂപമുള്ളതാണ്, ഒരാൾ മുയലിന്റെ മനുഷ്യന്റെ രൂപമുള്ളതാണ്, ഒരാൾ മയില്. അങ്ങനെ അവിടെ ഉള്ളവരെല്ലാവരും ഓരോ മൃഗങ്ങളോ അല്ലെങ്കിൽ പക്ഷികളോ അതിന്റെ മനുഷ്യരൂപമായിരുന്നു. ലോകം മന്ത്രശക്തി ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചുവിട്ട ആ ഒരു മനുഷ്യരാണെന്ന് വെച്ചാൽ ദുഷ്ടശക്തികളുടെ കഴിവുകൊണ്ട് തന്നെ എല്ലാ ദുഷ്ടശക്തികളും കൂടി ഈ ഒരു ആൾക്കാരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറാണെങ്കിൽ ആത്മാവിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ഇവർ വീണ്ടും ലിന്നിന്റെ ആ ഒരു വീട് ആക്രമിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിന്നിപ്പോൾ കിടന്ന് ഉറങ്ങായിരുന്നു. പക്ഷെ കഥക് ഭയങ്കരമായിട്ട് മുട്ടുന്ന സൗണ്ട് കേട്ടിട്ട് ലിന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ആൾക്കാർ വരുന്ന കണ്ടിട്ട് ലിന്നാണെന്ന് വെച്ചാൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ആ ഒരു ആൾക്കാർ ലിന്നിനെ കണ്ടുപിടിക്കുക ലിന്ന അവന്റെ മന്ത്രശക്തി ഉപയോഗിച്ചുകൊണ്ട് അവരോട് പൊരുതി നിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഒരാൾ വന്നിട്ട് ലിന്നിന്റെ തല കടിക്കുകയാണ് ചെയ്യുന്നത്. ലോകം ചിന്നും കൂടി ഇപ്പോൾ ചങ്ചിങ്ങിന്റെ ആ ഒരു ബ്രദറിനെ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബ്രദറിന്റെ ഉള്ളിൽ ദുഷ്ടശക്തിയാണെന്നുള്ള കാര്യം ലോങ്ങിന് മനസ്സിലാവാണ്. അവളെന്ന് വെച്ചാൽ കുറെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ആ ദുഷ്ടശക്തികളെ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ട്. അങ്ങനെ ചാങ്ചിങ്ങിന്റെ ആ ബ്രദറിന് അവന്റെ സ്വയം ബുദ്ധി തിരിച്ചു കിട്ടാൻ ലോങ്ങിനെ കണ്ടതും അവൻ ആ ഒരു മുത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ മുത്ത് അവനക്ക് തിരിച്ചു വേണമെന്നും ഇവള് കാരണം ഇപ്പൊ ആ ഒരു ദ്വീപ് അങ്ങനെ തന്നെ അപകടത്തിലാണെന്നും ചാങ്ചി മരിച്ചുപോയെന്നും ലോങ്ങിനോട് അവൻ പറയുന്നുണ്ട്. ലോങ്ങണെന്ന് വെച്ചാൽ ചാങ്ചി മരിച്ചുപോയി എന്ന് അറിഞ്ഞ് ആ ഒരു ന്യൂസ് കേട്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കാണ്. അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ചാങ്ചിങ് അവള് കാരണം മരിച്ചുപോയല്ലേ 2 ദിവസം കൂടി സമയം തരണമെന്നും ലോങ്ങിന്റെ ഭർത്താവായ ലിന്നിന്റെ ആ ഒരു ജീവൻ ശരിക്കും നിലനിൽക്കുന്നത് വരെ ആ ഒരു മുത്ത് അവളുടെ കൈവശം ഉണ്ടാവുന്നു. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് അവള് തന്നെ അത് ഏൽപ്പിക്കാന്ന് ചാങ്ചിങ്ങിന്റെ ബ്രദറിനോട് പറയുന്നുണ്ട്. അപ്പൊ അവനത് സമ്മതിക്കുകയാണ്. ഇപ്പൊ ആ ദുഷ്ടശക്തികൾ കയറിയിരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ലിങ്ങിനെ കൊണ്ട് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈം അവനെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് അവന്റെ മാസ്റ്ററും പിന്നെ ആ ഒരു കുറുക്കനും കൂടി എത്തുന്നുണ്ട്. കുറുക്കന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ചാട്ടവാർ ഉണ്ടായിരുന്നു. ആ ഒരു ചാട്ടവാർ മാസ്റ്ററിനായിരുന്നു. ആ ചാട്ടവാറുകൊണ്ട് ഈ ദുഷ്ടശക്തികളൊക്കെ അടിക്കുന്ന കണ്ട ലിന്നാണെന്ന് വെച്ചാൽ അത് മാസ്റ്ററുടെ ചാട്ടവാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ കുറുക്കൻ മാസ്റ്ററുടെ ചാട്ടവാറാണ്, പക്ഷെ ഇതിപ്പോൾ എന്റേതാണ്, ഞാനൊന്ന് യുദ്ധം ചെയ്തോട്ടെ എന്നും പറഞ്ഞിട്ട് ആ കുറുക്കൻ പോയിട്ട് ലിന്നിനെ എല്ലാവരുടെ ഉള്ളിൽ നിന്നും രക്ഷിക്കുന്നുണ്ടേ. എന്നിട്ട് ഈ ഒരു ദുഷ്ടശക്തികളൊക്കെ ആണെന്ന് വെച്ചാൽ ആ ചാട്ടവാർ ഉപയോഗിച്ചുകൊണ്ട് തടവിലാക്കി വെക്കാണ്. ആ കറക്റ്റ് ടൈമിൽ അവിടേക്കാണെന്ന് വെച്ചാൽ ലോങ്ങും പിന്നെ ചാങ്ചിങ്ങിന്റെ ബ്രദറും എത്തുന്നുണ്ട്. ആ ചാട്ടവാർ കുറെ നേരം നിന്നുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യന്മാരുടെ ആ ഒരു ആൾക്കാരുടെ ഉള്ളിലുണ്ടായിരുന്ന ദുഷ്ടശക്തി പറന്നു പോവാണ്. അങ്ങനെ ആ ഒരു ആൾക്കാർക്ക് എന്ന് വെച്ചാൽ സ്വയം ബുദ്ധി വരാണ്. ആ ടൈമിൽ ഇങ്ങനോട് അവര് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഇതിന്റെ ഭാര്യ ഒരു നാഗകന്യകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവരോട് ഇതൊക്കെ പറഞ്ഞിരുന്ന ആ ചാങ്ചിങ്ങിന്റെ ബ്രദർ ആയിരുന്നല്ലോ. അവന്റെ ഉള്ളിൽ ദുഷ്ടശക്തി ആയിരുന്നെങ്കിലും ഇവരുടെ കൺമുന്നിലാണെന്ന് വെച്ചാൽ ചാങ്ചിങ്ങിന്റെ ബ്രദർ ആയിരുന്നു അതൊക്കെ പറഞ്ഞത്. ചാങ്ചിങ്ങിന്റെ ബ്രദർ എന്നെ അത് തിരുത്തിക്കൊണ്ട് പറയാണ് എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ശരിക്കും ഇവിടെ നാഗകന്യകൊന്നല്ല ഇവിടെ മനുഷ്യരാണ്, ലിന്നാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ആൾക്കാർക്ക് എല്ലാവർക്കും ലിന്നിന്റെ നിരപരാധിത്വം മനസ്സിലായിട്ട് അവനോട് കുറെ സോറി ഒക്കെ പറയുന്നുണ്ട്. ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു പാമ്പുണ്ടല്ലോ ദുഷ്ടശക്തികളുടെ ആ ഒരു വലിയ പാമ്പ് അത് അവിടേക്ക് വരുന്നുണ്ട്. അതിനെ കണ്ട ചാങ്ചിങ്ങിന്റെ ബ്രദർ ആണെന്ന് വെച്ചാൽ വേഗം തന്നെ മന്ത്രശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പാമ്പിനെ ചെറുതാക്കിക്കൊണ്ട് മാന്ത്രിക വലയത്തിൽ അടയ്ക്കുന്നുണ്ട്. ലോങ് വേറെന്തോ കാര്യത്തിൽ പെട്ട സമയത്താണെന്ന് വെച്ചാൽ ക്ലിനിക്കിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീകളോട് എല്ലാവരോടും ലിന്നിന്റെ മേത്ത് ആ ഒരു മുത്തുള്ളത് കൊണ്ട് തന്നെ അവനെ അധികമൊന്നും പുറത്തേക്ക് വിടരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് അവൾ പോകുന്നത്. പക്ഷെ ഒരു കുട്ടി വന്നിട്ട് ലിന്നിന്റെ മുന്നിൽ കരയാണ് അവളെ ചേച്ചിക്ക് എന്തോ ആപത്ത് പറ്റിയെന്നും രക്ഷിക്കാനായിട്ട് വരണമെന്നും പറഞ്ഞിട്ട്. ഇത് കണ്ട ലിന്നു ആണെന്ന് വെച്ചാൽ ക്ലിനിക്കിലെ സ്ത്രീകളൊക്കെ പോകരുതെന്ന് പറഞ്ഞിട്ടും അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഒരു കുട്ടിയുടെ ഒപ്പം പോവാണ്. പക്ഷെ ആ ഒരു കുട്ടി അഭിനയിച്ചതായിരുന്നു. ഒരു മിഠായി കൈക്കൂലിയായി കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പൊ ആ ഒരു കുട്ടി വന്ന് അഭിനയിച്ചത്. ലിന്നാണെന്ന് വെച്ചാൽ ഈ ഒരു കുട്ടി പറഞ്ഞ ആ കുട്ടിയുടെ ചേച്ചി ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു റൂമിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ റൂമിൽ ശരിക്കും ഉണ്ടായിരുന്നത് ആരാന്ന് വെച്ചാൽ സീസു ആയിരുന്നു. സീസു ആണെന്ന് വെച്ചാലും ഈ ഒരു മുത്ത് അന്വേഷിച്ചുകൊണ്ടാണ് വന്നത്. ദുഷ്ടശക്തികളോട് ഭയങ്കരമായിട്ട് പോരാടിയോണ്ട് തന്നെ മാസ്റ്റർക്കാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് അവളുടെ ശരീരത്തിനൊക്കെ ക്ഷീണം വന്നു തുടങ്ങിയിരുന്നു. മാസ്റ്റർ എന്തോ മന്ത്രം ചൊല്ലുന്നതിന്റെ ഇടയിൽ കുറുക്കനാണെന്ന് വെച്ചാൽ മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് മാസ്റ്റർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. മാസ്റ്റർ അത് വേണ്ടാന്ന് പറഞ്ഞ് തട്ടിക്കളയാണ്. ആ ടൈമിൽ കുറുക്കൻ അവന്റെ വായിൽ അത് ഒഴിച്ചിട്ട് മാസ്റ്ററെ കിസ് ചെയ്തുകൊണ്ട് മാസ്റ്ററുടെ വായക്ക് അത് പകർന്നു കൊടുക്കാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് സെറ്റ് ആവാണ്. ലോങ്ങിന്റെ പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ടൈമിലാണ് ഈ ക്ലിനിക്കിലെ സ്ത്രീകൾ പറയുന്നത് ലിന്നിനെ ഒരു കുട്ടി വന്ന് വിളിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യം. അങ്ങനെ ഏതാണ് ആ ഒരു കുട്ടി എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ആ കുട്ടിനെ കൊണ്ട് ഒരു സ്കെച്ച് വരപ്പിക്കുന്നുണ്ട്. അവളെ കരയാൻ അയച്ച ആ ഒരു പെണ്ണ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചാങ്ചിങ്ങിന്റെ ബ്രദർ ആ ഒരു സ്കെച്ച് നോക്കിയിട്ട് പറയാണ് ഇത് സീസു ആണെന്നുള്ള കാര്യം. അങ്ങനെ സീസുവിനെ പിടിക്കാനായിട്ട് ഇവരെല്ലാരും കൂടി ആ ഒരു ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്ന് വെച്ചാൽ മാസ്റ്റർ ഉണ്ടായിരുന്നു, കുറുക്കൻ ഉണ്ടായിരുന്നു, ചാങ്ചിങ്ങിന്റെ ബ്രദർ ഉണ്ടായിരുന്നു,
ഉണ്ടായിരുന്നു. പിന്നെ ചിന്നും ലോങ്ങും ഇപ്പോഴാണെന്ന് വെച്ചാൽ സോനു അവിടേക്ക് എത്തുന്നുണ്ട്. സോനും ചിന്നിന്റെ കൂടെ തന്നെ വരണമെന്ന് നിർബന്ധിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സോനയും ഇവരെ കൂടെ കൂട്ടുന്നുണ്ട്. ബാക്കി എല്ലാവരും സ്വയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു ദ്വീപിലേക്ക് പോകുന്നത്. സാം പക്ഷെ ഒരു സാധാരണ മനുഷ്യനായിരുന്നല്ലോ. അവനക്ക് സ്വന്തമായിട്ട് പറക്കാൻ പറ്റാത്ത കാരണം ചിന്നാണ് അവനെയും കൊണ്ട് പറഞ്ഞിരുന്നത്. സീസൺ എന്ന് വെച്ചാൽ ഇപ്പൊ ലിന്നിനെ കെട്ടിയിട്ടുണ്ട് അവന്റെ ഉള്ളിലുള്ള ആ ഒരു മുത്തെടുക്കാനായിരുന്നു അവളുടെ പ്ലാൻ. ആ ഒരു റൂമിലാണെന്ന് വെച്ചാൽ മരിച്ച ചാങ്ചിങ്ങിന്റെ ശവശരീരം ഉണ്ടായിരുന്നു. ഈ ഒരു മുത്തെടുത്ത് ചാങ്ചിങ്ങിനെ വെച്ചുകൊണ്ട് അവന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ എന്നായിരുന്നു സീസുന്റെ പ്ലാൻ. പക്ഷെ ഈ ഒരു മുത്ത് ആദ്യം ഉണ്ടായിരുന്നത് ചാങ്ചിങ്ങിന്റെ ഉള്ളിലായിരുന്നല്ലോ. അതുകൊണ്ട് ചാങ്ചിങ്ങിന് നടന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഏറെക്കുറെയൊക്കെ ലിങ്ങിന് ഓർമ്മ ഉണ്ടായിരുന്നു. സീസുനെ കാണുമ്പോൾ തന്നെ ഇന്നേ വരെ കാണാത്ത സീസുവിന്റെ പേരെടുത്ത് ലിൻ വിളിക്കുന്നുണ്ട്. സീസു പക്ഷെ അത്ഭുതത്തോടുകൂടി നിനക്ക് എങ്ങനെ എന്റെ പേരറിയാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയെന്ന് അറിയൂല, പക്ഷെ എനിക്ക് നിങ്ങളൊക്കെ നന്നായിട്ട് പരിചയമുണ്ടെന്ന് പറയാണ്. അങ്ങനെ ലിന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ സീസു എന്ന് വെച്ചാൽ അവന്റെ കെട്ട് കഴിക്കുന്നുണ്ട്. അവന്റെ സ്വയം ഇഷ്ടപ്രകാരം തന്നെ ആ ഒരു മുത്ത് സീസുവിന് കൊടുക്കാനായിട്ട് തയ്യാറാവാണ്. അവന്റെ ജീവൻ നഷ്ടപ്പെടുന്ന അറിഞ്ഞിട്ട് പോലും ഇത് നിങ്ങളുടെ മുതലാണ്, എനിക്കിത് വേണ്ടാന്നെങ്കിൽ ഇത് എടുത്തോളാൻ പറഞ്ഞിട്ട് സീസു മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ലിനിന്റെ മേത്ത് നിന്ന് ആ ഒരു മുത്ത് എടുക്കുകയാണ്. ആ ഒരു മുത്ത് പോകുന്ന അപ്പൊ തന്നെ ലിൻ അവിടെ മരിച്ചു വീഴുന്നുണ്ട്. സീസു ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ ആ ഒരു മുത്തെടുത്ത് ചാങ്ചിങ്ങിന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവന്റെ ശരീരത്തിലേക്ക് വിടുന്ന ടൈമിലാണ് എവിടെ നിന്നോ അവളുടെ അമ്മ വന്നുകൊണ്ട് ആ ഒരു മുത്ത് അവളുടെ കൈക്കലാക്കുന്നത്. സീസൺ എന്ന് വെച്ചാൽ അമ്മേനോട് ഓടി ചെന്നിട്ട് കെഞ്ചി ചോദിക്കുന്നുണ്ട് ചാങ്ചിങ്ങിനെ രക്ഷിക്കാനായിട്ട് ആ മുത്ത് തരണമെന്ന്. പക്ഷെ അമ്മ അവളോട് ഒരു ധൈര്യം കാണിക്കുന്നില്ല. അതുപോലെ തന്നെ പറയാണ് ചാങ്ചിങ്ങിന്റെ മേത്തി ഇപ്പോൾ ഉള്ളത് വിഷമാണ്. വിഷം കൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ നമുക്ക് ഈ ഒരു മുത്ത് കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയാം. സീസുവിന് അപ്പം മനസ്സിലാവാണ് അവൾക്ക് കൊടുത്ത ആ ഒരു മരുന്നുണ്ടല്ലോ ചാങ്ചിങ്ങിന് കൊടുക്കാൻ പറഞ്ഞിട്ട് അമ്മ കൊടുത്തത്, ആ ഒരു മരുന്നിൽ വിഷമായിരുന്നു എന്നുള്ള കാര്യം സീസുവിന് മനസ്സിലാവാണ്. സീസു അമ്മനോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നു. ഈ ടൈമിലാണെന്ന് വെച്ചാൽ അമ്മ സ്വന്തം മകളാണെന്ന് വിചാരിക്കാതെ അവളുടെ കുരക്കി പിടിച്ച് ഇറുക്കാണ്. ആ ടൈമിലാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും സീസു ഈ ഒരു അമ്മയുടെ മക്കളായിരുന്നില്ല. ഈ അമ്മയുടെ ഭർത്താവെന്ന് വെച്ചാൽ എന്തോ യുദ്ധത്തിനൊക്കെ പോയ ടൈമിൽ അവിടെ വെച്ചൊരു സ്ത്രീയുമായ ബന്ധത്തിൽ ഉണ്ടായ കൊച്ചായിരുന്നു സീസു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സീസുവിന്റെ അച്ഛനാണെന്ന് വെച്ചാൽ ആ ഒരു അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് നീ ഇവളെ നോക്കണം എന്ന് പറയാണ് ചെയ്തത്. സ്വന്തം മകളല്ലാത്തതുകൊണ്ട് തന്നെ സീസുവിനോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഈ ഒരു അമ്മക്ക് ഉണ്ടായിരുന്നില്ല. സീസുവിനെ അവിടെ നിന്ന് വലിച്ചെറിയാണ് അമ്മ. ആ ഒരു ദ്വീപിൽ വേലി കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കറുത്ത പിശാചുകളെ അഴിച്ചു വിടാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു പിശാചുകൾ ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് എല്ലാ ശക്തിയും അവളുടെ ഉള്ളിലേക്ക് ആക്കാന്നായിരുന്നു അവളുടെ വിചാരം. പറഞ്ഞ ആ ഒരു ഏറി തന്നെ സീസു ആകനം വയ്യാണ്ട് വീഴുന്നുണ്ട്. അവളുടെ വായന്ന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ചാങ്ചിങ്ങിന്റെ ബ്രദർ അവിടേക്ക് എത്തുന്നുണ്ട്. സീസുവിനെ വിളിച്ചിട്ട് സീസുവിനെ കയ്യിലായിട്ട് അവൻ പിടിച്ചിട്ട് കുറെ നേരം സീസുവിന്റെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ബോധം വരുന്ന ടൈമിൽ അവളുടെ മുന്നിൽ നിൽക്കുന്നത് ചാങ്ചിങ് ആണെന്നാണ് അവളുടെ മനസ്സിന് തോന്നുന്നത്. അതുപോലെ തന്നെ ചാങ്ചിങ്ങിനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നും അവൾ പറയാണ്. ഈ ടൈമിൽ ചാങ്ചിങ്ങിന്റെ ബ്രദർ എന്ന് വെച്ചാൽ സീസുവിനോട് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് ചെറുപ്പം മുതലേ സീസുവിനോട് എന്തോ ഇഷ്ടമുള്ള പോലെയായിരുന്നു അവൻ പെരുമാറിയിരുന്നത്. അതുപോലെ തന്നെ സീസു പറയുന്നുണ്ട് എന്റെ അമ്മനെ കൊന്നാലും വേദനിപ്പിക്കാതെ കൊല്ലണം എന്നൊക്കെ. അവളുടെ ശരീരാകെ തണുത്ത് മറവിക്കുന്നുണ്ട്. അവളൊന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് സീസു പറയുമ്പോൾ ചാങ്ചിങ്ങിന്റെ ബ്രദർ എന്ന് വെച്ചാൽ അവളെ മുറുക്കി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ടൈം തന്നെ സീസു അവിടെ മരിച്ചു വീഴാണ്. സംഗതി സഹിക്കാൻ പറ്റാതാണ് ചാങ്ചിങ്ങിന്റെ ബ്രദർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. സീസു മരിക്കാൻ നേരത്ത് ആ ഒരു ബ്രദറിനോട് പറയുന്നുണ്ട് അമ്മ ഇപ്പൊ ആ ഒരു ദുഷ്ടശക്തികളെ അഴിച്ചു വിടാനായിട്ടാണ് പോയേക്കുന്നതെന്നുള്ള കാര്യം. ജീവൻ നഷ്ടപ്പെട്ട ലിങ്ങിനെ തിരിച്ച് ജീവൻ കൊടുക്കാനായിട്ട് മാസ്റ്റർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു പോകുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോണ്ടിരുന്ന ലോങ് ആണെന്ന് വെച്ചാൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ആ ടൈം ചാങ്ചിങ്ങിന്റെ ബ്രദർ പറയാണ് ആ ഒരു മുത്ത് നമ്മളെ കയ്യിൽ കിട്ടാന്ന് വെച്ചാൽ ഇവന്റെ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു മുത്തെടുക്കാനും പിന്നെ ആ ഒരു ദുഷ്ടശക്തികളെ അഴിച്ചുവിടുന്നതിൽ നിന്ന് സീസുവിന്റെ അമ്മനെ പിൻവലിപ്പിക്കാനും വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടി ആ ഒരു വേലികെട്ട് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു മന്ത്രകൂടാരത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിനോടകം തന്നെ സീസുവിന്റെ അമ്മ എന്ന് വെച്ചാൽ ദുഷ്ട ആത്മാക്കളൊക്കെ അഴിച്ചുവിട്ടിട്ട് അവളുടെ മേത്തേക്ക് എല്ലാ ആത്മാവും കൂടി കയറുന്നു. അങ്ങനെ അമ്മ ഇപ്പൊ ആ ഒരു ദുഷ്ടശക്തികളുടെ പിടിയിലാവാണ്. എല്ലാവരും എത്തുന്നുണ്ടായിരുന്നേ. ആര് ശ്രമിച്ചിട്ടാണെന്ന് വെച്ചാൽ ഈ സീസുവിന്റെ അമ്മനെ തടയാൻ പറ്റുന്നില്ല. കാരണം എത്രയോ പേരുടെ ശക്തിയാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. ഭയങ്കര എളുപ്പത്തിൽ തന്നെ ചിന്നിനെയും ചാങ്ചിങ്ങിന്റെ ആ ഒരു ബ്രദറിനെയും സീസുവിന്റെ അമ്മ അടിച്ചിടുന്നുണ്ട്. മാസ്റ്റർ ഈ ടൈം ആണെന്ന് വെച്ചാൽ അവിടെ കെട്ടിയിട്ടേക്കുന്ന ആ ഒരു വേലി കെട്ടില്ലേ അതിൽ നോക്കിക്കൊണ്ട് ഇതിലെന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും കുറച്ചു നേരം ഒന്ന് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ദുഷ്ടശക്തിനെ നശിപ്പിക്കാനുള്ള വഴി ഇതിൽ നിന്ന് കിട്ടുമെന്നും പറഞ്ഞിട്ട് ആ ഒരു മാസ്റ്റർ എന്ന് വെച്ചാൽ ആ ഒരു വേലി കെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൈം ഉള്ള ശക്തിയൊന്നും മതിയാവാതെ തന്നെ ആ ഒരു പിശാചുക്കളാണെന്ന് വെച്ചാൽ 1000 വർഷം പഴക്കമുള്ള ഒരു പാമ്പായിരുന്നല്ലോ ലോങ്. അവളുടെ ആത്മാവും ഇവന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആ ടൈമിൽ ലിനിന്റെ ആത്മാവ് അവിടേക്ക് വന്നിട്ട് ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് പിശാചുക്കളെ തടയാനായിട്ട് നോക്കുന്നുണ്ട്. എന്റെ ലോങ്ങിനാണെന്ന് വെച്ചാൽ ലിന്നിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൾ ലിന്നിന്റെ കൈ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ലിന്ന അവിടെ നിന്ന് മാഞ്ഞു പോവാണ് ചെയ്യുന്നത്. അവന്റെ ആത്മാവായിരുന്നല്ലോ അത്. ഇതും കൂടി കണ്ടോടുകൂടി ലോങ് അവിടെ കിടന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ഈ ടൈമാണെന്ന് വെച്ചാൽ ആ ഒരു ദുഷ്ടശക്തികള് ലോങ്ങിന്റെ ആ ഒരു ആത്മാവും കൂടി അവന്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റാണ്. അങ്ങനെ ലോങ് അവിടെ മരിച്ചു വീഴും. ലോങ്ങിന്റെ ആത്മാവിനെ എടുക്കുന്ന ടൈമിലാണെന്ന് വെച്ചാൽ ഈ ഒരു ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് ആ ഒരു മുത്ത് വീണ് പോവാണ്. അത് എടുക്കാനായിട്ട് കുറുക്കൻ ഓടിയെത്തുന്നുണ്ട്. പക്ഷെ അത് കുറുക്കൻ എടുക്കുമ്പോഴത്തേക്കും അതൊരു വെറും വാല്യൂ ഇല്ലാത്തൊരു കല്ലായിട്ട് മാറാണ്. പക്ഷെ അവൻ അത് എടുക്കാൻ പോകുന്ന ടൈമിലാണെന്ന് വെച്ചാൽ അന്നൊരിക്കലും ചിന്ന്
അവൾ ചെയ്യുന്ന പോലൊക്കെ ലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് അവരുടെ രണ്ടുപേരുടെ മേത്ത് ഒട്ടിച്ച് വെച്ചിരുന്നില്ലേ, അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു കുറുക്കൻ അവൻ്റെ മേത്തും പിന്നെ ഈ ഒരു പിശാശിൻ്റെ അതായത് സീസുവിൻ്റെ അമ്മയുടെ മേത്തും ഈ ഒരു കാർഡ് ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു കുറുക്കൻ ഇനി എന്താണ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും സീസുവിൻ്റെ അമ്മ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കുറുക്കൻ മാസ്റ്ററോട് മന്ത്രങ്ങളൊക്കെ തുടങ്ങട്ടെ, ഞാനും അവിടെ വന്ന് നിൽക്കാം, അങ്ങനെയാണെങ്കിൽ ഇവളും അവിടെ വന്ന് നിൽക്കുമല്ലോ, അങ്ങനെ ഇവളെ നശിപ്പിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുറുക്കൻ ചെയ്യുന്ന പോലെ ആ ഒരു മന്ത്രക്കളത്തിലേക്ക് സീസുവിൻ്റെ അമ്മയും കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ പറയാണ്, നീ അവിടെ നിന്ന് വേഗം മാറി നിൽക്ക്, നീ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നീയും ഇതിനോടകം തന്നെ നശിച്ചു പോകുന്നുള്ള കാര്യം. പക്ഷേ എങ്ങനെ ആ ഒരു കാർഡ് മാറ്റിക്കൊണ്ട് ആ ഒരു കുറുക്കൻ അവിടെ നിന്ന് മാറാണെങ്കിൽ ഈ ദുഷ്ടശക്തികൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറുക്കൻ പറയാണ്, ഞാനിവിടെ നിന്ന് മാറുന്നില്ല, നീ മന്ത്രങ്ങൾ ചെയ്തോ, എന്നെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാസ്റ്റർ കണ്ണെന്ന് വെച്ചാൽ കുറുക്കന് ഫ്ലൈങ് കിസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാസ്റ്റർ കണ്ണ് നിറച്ചുകൊണ്ട് തന്നെ ആ ഒരു മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ആ ഒരു ദുഷ്ടശക്തിനെ ഇല്ലാതാക്കാണ് ചെയ്യുന്നത്. ദുഷ്ടശക്തി അവിടെ നിന്ന് പോയ ആ ടൈമിൽ തന്നെ കുറുക്കനും അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം ഈ രണ്ടുപേരും നിന്നിരുന്നത് ആ ഒരു മന്ത്രക്കളത്തിലായിരുന്നു. കുറുക്കനെ നഷ്ടപ്പെട്ടതോടുകൂടി മാസ്റ്റർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. ഈ ഒരു ദുഷ്ടശക്തികൾ പോയോണ്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും ബോധം തിരിച്ചു വന്നേക്കാണ്. ലിന്നിനും ലോങ്ങിനും ഒക്കെ ബോധം തിരിച്ചു വന്നു. ലോങ് ബോധം വന്ന അപ്പം തന്നെ ലിന്നിനെ അന്വേഷിച്ചുകൊണ്ട് അവന്റെ ബോഡി കിടക്കുന്നിടത്തേക്കാണ് ഓടുന്നത്. പക്ഷെ ചിന്നാണെന്ന് വെച്ചാൽ അവൾക്ക് ബോധം വന്ന അപ്പം തന്നെ അവളുടെ ചേച്ചിനെയാണ് അന്വേഷിക്കുന്നത്. ലോങ് നേരെ പോയിട്ടാണെന്ന് വെച്ചാൽ അവളുടെ ആ ഒരു ആത്മാവിനെ പുറത്തെടുത്തുകൊണ്ട് ലിങ്ങിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആവാഹിച്ച് വിടുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെയാണ് അവിടേക്ക് ചിന്നു എത്തുന്നത്. ചിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ചെയ്യരുത്, 1000 വർഷം കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഇപ്പൊ ചേച്ചി ഈ ഒരു രൂപത്തിലായത്, അത് ഒരു നിമിഷം കൊണ്ട് കളയരുതെന്ന് പറയാണ്. പക്ഷെ ലോങ് അതൊന്നും കേൾക്കുന്നില്ല. അവൾക്ക് അവളുടെ ഭർത്താവാണ് വലുതെന്നും പറഞ്ഞിട്ട് അവളുടെ ശക്തി മുഴുവൻ ഭർത്താവിലേക്ക് കൊടുക്കാണ്. അവളിപ്പോൾ ഒരു കുഞ്ഞു പാമ്പായിട്ട് മാറിയേക്കാണ്. ലിന്നിനാണെന്ന് വെച്ചാൽ ബോധം തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു കുഞ്ഞു പാമ്പിനെ കയ്യിലെടുത്തുകൊണ്ട് ചിന്ന അവിടെ നിന്ന് അറണ്ട് കരഞ്ഞ് പൊളിക്കുകയാണ്. ആ ടൈമിൽ സാൻ വന്നിട്ട് ചിന്നിനെ കുറെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനിയുള്ള കാലം നിന്നെ ഞാൻ നോക്കിക്കൊണ്ടെന്ന് സാൻ പറയുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് തന്നെ ലോങ് പറഞ്ഞിരുന്നു, ലിന്നിനെ നിങ്ങൾ എന്തായാലും നോക്കണം, അവനക്കൊരു വിഷമവും അറിയിക്കരുതെന്നുള്ള കാര്യം. കുഞ്ഞു പാമ്പായിട്ട് മാറിയ ആ ലോങ്ങിനാണെന്ന് വെച്ചാൽ ചിൻ ഭയങ്കര സൂക്ഷ്മതയോടുകൂടി തന്നെ എടുത്തുകൊണ്ട് ഒരു തടാകത്തിലേക്കായിട്ട് കൊണ്ടിടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വെള്ള പാമ്പ് നീന്തി കളിക്കുന്നത് നോക്കിക്കൊണ്ട് ചിന്ന് കുറേ നേരം ആസ്വദിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എനിക്കൊരു പാമ്പായിട്ടോ അല്ലെങ്കിൽ നാഗകന്യകയായിട്ടോ ഇരിക്കണം എന്നല്ല മുഖ്യം, എനിക്ക് എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കുന്നതാ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ അവൾ കടിച്ച് മുറിച്ചിട്ടാണെന്ന് വെച്ചാൽ ഒരു തുള്ളി ചോര ആ ഒരു തടാകത്തിലേക്ക് ഇറ്റുകയാണ്. ആ ടൈമാണെന്ന് വെച്ചാൽ അവിടെ ഒരു പച്ചപ്പാമ്പ് പ്രത്യക്ഷപ്പെടാണ്. അങ്ങനെ ആ ഒരു വെള്ളപ്പാമ്പും പച്ചപ്പാമ്പും കൂടി ആ ഒരു തടാകത്തിൽ നീന്തി കളിക്കുകയാണ്. ആ പച്ചപ്പാമ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചിന്നായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും ഇനി എൻ്റെ ചേച്ചിയുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു സമാധാനത്തിൽ ചിന്ന അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ക്ലിനിക് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സാനും ചിന്നും കൂടിയാണ്. അവരാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര സ്നേഹമുള്ള കപ്പിൾസ് ആയിട്ട് മാറിയേക്കാണ്. രണ്ടുപേർക്കും നല്ല സ്നേഹം ഉണ്ടായിരുന്നു. ഈ ടൈമാണ് ലിന്ന എവിടെയാണെന്ന് നമ്മൾ കാണിക്കുന്നത്. അവനാണെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് കയറി വരുന്ന ടൈമിൽ അവൻ്റെ എതിർവശത്ത് കൂടി ഒരു പെണ്ണ് പോകുന്നുണ്ട്. ആ പെണ്ണിൻ്റെ തലയിൽ നിന്ന് ഒരു സ്റ്റിക്ക് നിലത്ത് വീഴുമ്പോൾ സ്റ്റിക്ക് എടുത്തുകൊണ്ട് ഈ പെണ്ണിനെ വിളിക്കുന്നുണ്ട്. ആ പെണ്ണ് തിരിഞ്ഞത് നമ്മൾ കാണിക്കുന്നത് അത് ശരിക്കും ലോങ്ങിൻ്റെ രൂപത്തിലുള്ള ഒരു പെണ്ണായിരുന്നു. ഇവിടെ വെച്ചിട്ട് മൈ ബ്യൂട്ടി സ്നേക്ക് ഫെയറി വൈഫ് എന്ന് പറഞ്ഞ ഫുൾ ഡ്രാമ അവസാനിക്കുകയാണ്. ഈ ഡ്രാമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.